എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പരീക്ഷയുടെ നടുക്കാണ് കുറേ പേരെന്ന് എനിക്കറിയാം. എല്ലാവർക്കും എൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുകയാണ്. 2 നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതുകൂടെ ആകുമ്പോൾ ഏകദേശം പൂർണ്ണമാകും എന്നാണ് വിശ്വാസം. പക്ഷേ ഈ വിഷയം നിങ്ങൾക്ക് പ്രായോഗികമായി അത്ര പരിചയമില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ അറ്റൻറ്റീവായിട്ട് ഇത് കേൾക്കണം, ഓർമ്മയിൽ വയ്ക്കണം. കാരണം നിങ്ങളിത് വിത്തൗട്ട് ബുക്സാണ് പരീക്ഷ എഴുതുന്നതെന്നറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കൃത്യമായിട്ട്. പക്ഷേ വളരെ അറ്റൻറ്റീവായി ഇത് കേൾക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദി അതോറിറ്റി ഫോർ ഓഡിറ്റ് ഓഫ് റെസീറ്റ്സ് ഓഫ് ഗവൺമെൻറ് ബൈ C&AG? അപ്പോൾ നമ്മൾ C&AGയുടെ DPC ആക്ട് 1971 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു C&AG എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളും കടമകളും നിർവചിച്ചിരിക്കുന്നത് ഈ DPC ആക്ട് 1971 എന്തൊക്കെ ചെയ്യണം, ഓഡിറ്റ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് നിങ്ങൾ ഓർക്കണം. ആർട്ടിക്കിൾ 148 to 151 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് C&AGയുടെ കടമകളും കർത്തവ്യങ്ങളും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതിനെക്കുറിച്ചും എല്ലാം അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിലിവിടെ ചോദിച്ചിരിക്കുന്നത് റെസീറ്റ് ഓഡിറ്റ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിൻ്റെ ബലത്തിലാണെന്നാണ്. അതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ 151 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സെക്ഷൻ 49 ഓഫ് ദി ഗവൺമെൻറ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആക്ട് 1963 ആണ്. അതായത് എല്ലാ യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറീസ്, അങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ക്വാസി ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഓട്ടോണമസ് ബോഡീസും എല്ലാം C&AG ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആർട്ടിക്കിൾ 151 പരിധിയിലാണ് വരുന്നത്. ആൻഡ് C&AG ദ ഡ്യൂട്ടി ഓഫ് ഓഡിറ്റിംഗ് ദി അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഓൺലി ദി എക്സ്പെൻഡിച്ചർ ബട്ട് ഓൾസോ റെസീറ്റ്സ് ഓഫ് ദി യൂണിയൻ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദി അതോറിറ്റി ഫോർ ഓഡിറ്റ് ഓഫ് റെസീറ്റ്സ് ഓഫ് ഗവൺമെൻറ്? ഓഡിറ്റ് റെസീറ്റ് മാത്രമല്ല, റെസീറ്റും എക്സ്പെൻഡിച്ചറും ഗ്രാൻഡ് എയ്ഡും എല്ലാം ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ഗവൺമെൻറ് റവന്യൂസ് അതർ ദാൻ ദോസ് പബ്ലിക് ഫണ്ട്, ഡെപ്പോസിറ്റ് ആൻഡ് ലോൺ ഹെഡ്സ് ക്ലാസിഫൈഡ്? ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിനെ ഇപ്പോൾ ഹെഡ് ഓഫ് അക്കൗണ്ടും ക്ലാസിഫിക്കേഷനും ഒക്കെ നമ്മൾ അക്കൗണ്ട് കോഡിൽ പഠിച്ചതാണ്. അത് നിങ്ങൾ ഓർക്കുക. ഹൗ ആർ ഗവൺമെൻറ് റവന്യൂസ് അതർ ദാൻ ദോസ് പബ്ലിക് ഫണ്ട്സ്? പബ്ലിക് ഫണ്ടും ഡെപ്പോസിറ്റും ലോണും ഹെഡിൽ വരുന്നതല്ലാത്ത ഗവൺമെൻറ് റവന്യൂവിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഗവൺമെൻറ് റെസീറ്റ്സ് അതർ ദാൻ ദോസ് അണ്ടർ പബ്ലിക് ഫണ്ട്, ഡെപ്പോസിറ്റ് ആൻഡ് ലോൺ ഹെഡ്സ് ഓൺ അക്കൗണ്ട് മേ ബി ക്ലാസിഫൈഡ് ആസ് ടാക്സ് റവന്യൂസ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ്. അതായത് ഒറ്റ ചോദ്യം, റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റവന്യൂ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ടാക്സ്, നോൺ ടാക്സ്, റെസീറ്റ്സ് എന്നാണ്. അത് നമ്മൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, സംടൈംസ് ടാക്സസ് ആർ ഡിവൈഡഡ് ആസ് ഡാഷ് ടാക്സസ് ആൻഡ് ടാക്സസ് ഓൺ ഡാഷ്. ഈ ടാക്സ് റവന്യൂവിനെ, അതായത് നികുതിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പേഴ്സണൽ ടാക്സസ്, അടുത്തത് സർവീസസ് ആൻഡ് കമ്മോഡിറ്റീസ് ടാക്സസിന് രണ്ടായിട്ട്, സർവീസ് ടാക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടുകയാണ്, അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ടാക്സ് റവന്യൂസ് ഡു നോട്ട് ഇൻവോൾവ് എനി ഡയറക്റ്റ് ഡാഷ് ഫ്രം സ്റ്റേറ്റ് ടു ദി ടാക്സ് പെയർ. അതായത് ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്നതിന് നമുക്ക് നേരിട്ട് ഒരു ക്വിഡ് പ്രോക്കോ, അതായത് ഒരു സർവീസിന് തിരിച്ചു കിട്ടുന്ന ഒരു പ്രതിഫലത്തെയാണ് നമ്മൾ സാധാരണ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ടാക്സ് റവന്യൂ ഡു നോട്ട് ഇൻവോൾവ് എനി ഡയറക്റ്റ് ക്വിഡ് പ്രോക്കോ, അതിന് ഡയറക്റ്റായിട്ട് നേരിട്ട് നമുക്കതൊന്നും ലഭിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതേസമയം ഒരു നോൺ ടാക്സ് പേയ്മെൻറ്റിനാണെങ്കിൽ ഈ ക്വിഡ് പ്രോക്കോയ്ക്ക് പലപ്പോഴും നമുക്ക് പൊതുജനങ്ങൾക്കത് കിട്ടാറുണ്ടെന്നർത്ഥം. അതാണ് ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരുപാട് ഉപയോഗിക്കുന്നൊരു വാക്കാണത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5,
എ ടാക്സ് അസസ്മെൻറ്റ് ഈസ് എ ഡാഷ് ആക്ട് വൈൽ എ നോൺ ടാക്സ് റവന്യൂ ഈസ് ആൻഡ് ഡാഷ് ഡിസിഷൻ. ഒരു ടാക്സ് അസസ്മെൻറ്റ്, അതായത് നികുതി അസസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ആക്റ്റാണ്. അത് നിയമപരമായ ഒരു നടപടിയാണ്. അതേസമയം നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. അതായത് ഭരണപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് നോൺ ടാക്സ് റവന്യൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ടാക്സ് പിരിക്കുക, അതിൻ്റെ അസസ്മെൻ്റ് എത്രയാണ്, അത് നിയമപരമായി വേണം ചെയ്യാൻ. അതേസമയം ഒരു നോൺ ടാക്സ് റവന്യൂ സെസ് പിരിക്കുന്ന ഭരണപരമായ ഒരു തീരുമാനത്തിൻ്റെ ബേസിസിൽ ആയിരിക്കുന്ന അറിയുക. സോ ടാക്സ് അസസ്മെൻറ്റ് ഈസ് എ ക്വാസി ജുഡീഷ്യൽ ആക്ട് വൈൽ എ നോൺ ടാക്സ് റവന്യൂ ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ഓഡിറ്റ് ആസ് ഫാർ ആസ് റെസീറ്റ് ഓഡിറ്റ് ഈസ് കൺസേൺ ഈസ് ടു സീ. അതായത് റെസീറ്റ് ഓഡിറ്റ് CNDG ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ദാറ്റ് adequate regulations and procedure have been framed to secure an effective check of assessment. അതായത് റവന്യൂ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടോ, അതിന് ശരിയായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ, ഈ കാര്യമാണ് ആദ്യം നോക്കുന്നത് റവന്യൂ കളക്ഷനെ കുറിച്ച്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡിമാൻഡ് കളക്ഷൻ ബാലൻസ് DCB രജിസ്റ്റർ എന്നൊരു രജിസ്റ്റർ എല്ലാ ഓഫീസിലും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ശരിയായിട്ട് ഡിമാൻഡ് ക്ലെയിം ചെയ്യണം. അപ്പോൾ ഡിമാൻഡ് അസസ് ചെയ്യണം ആദ്യം വേണ്ടത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. രണ്ടാമത്തെ കളക്ഷനാണ്. അതായത് ഒരു വ്യക്തിക്കെതിരെ ഒരു ഡിമാൻഡ് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി അത് കളക്ട് ചെയ്യുന്നുണ്ടോ, അതിൽ വീഴ്ച വരുത്താതിരിക്കുന്നുണ്ടോ. വർഷങ്ങളായിട്ട് ടാക്സ് കൊടുക്കാതെയൊക്കെ ആളുകൾ ഇരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കളക്ട് ചെയ്യണം. ആൻഡ് പ്രോപ്പർ അലോക്കേഷൻ ഓഫ് ടാക്സസ്, അത് കൃത്യമായി അത് റെമിറ്റ് ചെയ്യുകയും വേണം. ടാക്സ് ഉടൻ തന്നെ അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും വേണം. ആൻഡ് ഓൾസോ ടു സാറ്റിസ്ഫൈ ആഡിക്വേറ്റ് ടെസ്റ്റ് ചെക്ക് ഓഫ് സച്ച് റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ബീയിങ് ക്യാരിഡ് ഔട്ട്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ ശരിയായിട്ട് ടാക്സ് അസസ് ചെയ്യാനും അത് ഉടൻ തന്നെ അത് കളക്ട് ചെയ്യാനും അത് ഉടനെ തന്നെ വിത്തൗട്ട് എനി ഡിലേ ഇറ്റ് ഷുഡ് ബി റെമിറ്റഡ് ടു ഗവൺമെൻറ്, ഈ സംവിധാനങ്ങളൊക്കെ പക്കായാണോ ഒരു ഗവൺമെൻറ് ഓഫീസിൽ എന്ന് വിലയിരുത്തുകയാണ് റെസീറ്റ് ഓഡിറ്റുമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആദ്യം ചെയ്യുന്ന കടമ. ദെൻ ക്വസ്റ്റ്യൻ 7. ഓഡിറ്റ് മേക്സ് സച്ച് എക്സാമിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഡാഷ് ഓഫ് ദ സംസ് ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട്. രണ്ടാമത് നോക്കുന്നത് ഈ അസസ് ചെയ്തത് അതിൻ്റെ കറക്റ്റ്നെസ്സാണ്, അതിൻ്റെ അരിത്തമെറ്റിക്കൽ കറക്റ്റ്നെസ് ശരിയാണോ എന്നാണ് രണ്ടാമത് നോക്കുന്നത്. ദെൻ ഓഡിറ്റ് സാറ്റിസ്ഫൈസ് ഇറ്റ് സെൽഫ് ദാറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ മെഷീൻ ഈസ് സഫീഷ്യൻ്റ്ലി സേഫ് ഗാർഡഡ് എഗൻസ്റ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അതായത് ഗവൺമെൻറ്റിന് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ടോ, ഈ തെറ്റുകളും അല്ലെങ്കിൽ അഴിമതികളെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശരിയായ ഒരു സംവിധാനമുണ്ടോ എന്ന് പരിശോധിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. Any obvious errors in computation of assessment is pointed out by audit, leaving it to the dash to set right errors by adopting legal course. അതായത് അങ്ങനെ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഓഡിറ്റിൽ ഭരണത്തലവനെ അറിയിക്കുകയും സോ ദാറ്റ് ഹീ ഷുഡ് കറക്റ്റ് ഇറ്റ്, അതിന് വേണ്ടുന്ന കറക്ഷൻ നടത്താനും തെറ്റ് തിരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ലീവിങ് ഇറ്റ് ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. ഇപ്പോൾ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക മാത്രമാണ് CNDGയുടെ ധർമ്മം. ഒരു എററോ അല്ലെങ്കിൽ ഒരു തെഫ്റ്റോ എന്ത് സംഭവിച്ചാലും ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയാണ്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദം ടു കറക്റ്റ് ഇറ്റ്. അവർ വേണം അത് ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ എന്നർത്ഥം. In the case of a scale or periodicity of recoveries, audit should see that there is no deviation without a proper authority. അതായത് ഇപ്പോൾ ഒരു റിക്കവറി നമ്മൾ അസസ് ചെയ്തു, അത് പീരിയോഡിക്കലായിട്ട് റിക്കവറി ചെയ്യുന്നതെങ്കിൽ അതിലൊരു വീഴ്ചയും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. The aim of test audit conducted in this regard should be to, ഈ കാര്യത്തിൽ ടെസ്റ്റ് ഓഡിറ്റ് നടക്കുമ്പോൾ എന്താണ് ഉറപ്പുവരുത്തുന്നതെന്നാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? നോ ലീക്കേജ് ഓഫ് റവന്യൂ റിസൾട്ട്സ് ഫ്രം ഡിസ്റിഗാർഡ് ഓഫ് റൂൾസ് ആൻഡ് ഡിഫക്ട്സ് ഓഫ് പ്രൊസീജിയർ. അതായത് നിയമത്തിൻ്റെ അപര്യാപ്തത കൊണ്ടോ അല്ലെങ്കിൽ നിയമത്തെ മാനിക്കാത്തത് കൊണ്ടോ
അല്ലെങ്കിൽ പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി കൊണ്ടോ ആണോ ഈ ലീക്കേജ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിൽ വന്ന ലീക്കേജ് സംഭവിച്ചതെന്ന് ഉറപ്പ് വരുത്തുന്നതായിരിക്കും ഓഡിറ്റിൻ്റെ മറ്റൊരു ധർമ്മം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, unless permitted by rule or orders, no sums may be credited to government by debit to suspense head and credit must follow actual realization. ഇത് വളരെ സൂക്ഷിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അൺലെസ് പെർമിറ്റഡ് ബൈ റൂൾ, നിയമം അങ്ങനെ അനുശാസിക്കുന്നില്ല എങ്കിൽ നോ സംസ് മേ ബി ക്രെഡിറ്റഡ് ടു ഗവൺമെൻറ് ബൈ ഡെബിറ്റ് ടു സസ്പെൻസ് ഹെഡ്. സസ്പെൻസ് ഹെഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തുകയാണത്. അതായത് എന്താണ് അതിൻ്റെ കൃത്യമായ വരുമാനം എന്നറിയാതെ അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുന്നതാണ് ഒരു സസ്പെൻസ് ഹെഡ് എന്ന് പറയുന്ന ഒരു തുക. ഇപ്പോൾ GPF-ൽ സസ്പെൻസ് ഉണ്ട്, ആരുടെ തുകയാണെന്നൊന്നും അറിഞ്ഞുകൊണ്ട് അതിനെല്ലാം നമ്മൾ സസ്പെൻസ് ഹെഡിലാണ് വയ്ക്കാറുള്ളത്. ആ സസ്പെൻസ് ഹെഡിൽ നിന്ന് എടുത്തൊരിക്കലും ഗവൺമെൻറ്റിന് ഒരു തുക ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ നിയമം, ക്രെഡിറ്റ് മസ്റ്റ് ഫോളോ ആക്ച്വൽ റിയലൈസേഷൻ. അതായത് ഒരാളിൽ നിന്നൊരു എമൗണ്ട് പിടിച്ചതിന് ശേഷം മാത്രമേ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് ക്രെഡിറ്റ് മസ്റ്റ് ഫോളോ ആക്ച്വൽ ആദ്യം റിയലൈസ് ചെയ്യുക, പിന്നെ അതിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കുക. അപ്പോൾ ഇത് രണ്ട് വലിയ ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസാണ്. അതായത് ഗവൺമെൻറ്റിലേക്ക് ഒരു തുക അടയ്ക്കാനുണ്ടെങ്കിൽ ആ തുക എവിടെ നിന്ന് കണ്ടെത്തുന്നു നോക്കാതെ വെറുതെ സസ്പെൻസ് ഹെഡിൽ കോടിക്കണക്കിന് രൂപ ഇരിക്കുന്നുണ്ടാവും. അതിൽ നിന്നെടുത്തൊരു എമൗണ്ട് അങ്ങ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു നല്ല ഫൈനാൻഷ്യൽ പ്രൊപ്പറേറ്റി അല്ല, ഔചിത്യമല്ല. അതുപോലെ തന്നെ ഒരാളുടെ നമ്മൾ പിടിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു, അത് പിന്നെ പിടിച്ചതായിട്ട് കാണിക്കാൻ പാടില്ല. അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആക്ച്വലായിട്ട് ആ എമൗണ്ട് പിടിച്ചതിന് ശേഷം മാത്രമേ അത് ഗവൺമെൻറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് തത്വങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഹൗ ഈസ് ദ ബേസിസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സസ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ് റെഗുലേറ്റഡ്? അതായത് ടാക്സും നോൺ ടാക്സും അത് എങ്ങനെയാണത് പിന്നെ അസസ് ചെയ്യേണ്ടത്, കളക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ നിയമം എന്താണ്? ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ലോസ് എൻഫോഴ്സിബിൾ ഇൻ ദ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ റൂളിന് ചട്ടങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഡിസിഷൻ, അതായത് നിയമ കോടതിയുടെയൊക്കെ ഒരു തീരുമാനത്തിൻ്റെ ബേസിസ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഓർഡേഴ്സിൻ്റെ ഭരണാധികാരിയുടെ ഒരു ഓർഡറിൻ്റെ ബേസിസിലായിരിക്കണം ഈ ഏതും നമ്മൾ ബേസിസ് ഫോർ പ്രൊസീജിയർ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ആൻഡ് നോൺ ടാക്സ്, ഏത് ടാക്സും നോൺ ടാക്സും കളക്ട് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളുടെ ലോസ്, റൂൾസ് ആൻഡ് ജുഡീഷ്യൽ ഡിസിഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി, ഈ 4 കാര്യങ്ങളാണ് അതിൽ പ്രധാനം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13, വാട്ട് ആർ ദ 3 പ്രിൻസിപ്പൽ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ എവറി പേയ്മെൻറ്റ് ഓഫ് മണി ഫ്രം ഗവൺമെൻറ് അക്കൗണ്ട്? ഗവൺമെൻറ് അക്കൗണ്ടിൽ നിന്ന് പണം നൽകണമെങ്കിൽ 3 തത്വങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. ഒന്ന്, സബ്മിഷൻ ഓഫ് ദ ക്ലെയിം. ആ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് പ്രിപ്പയർ ചെയ്തത് ട്രഷറിക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം. 2, ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ദി മണി ക്ലെയിം. രണ്ടാമത് അതെങ്ങനെയാണ് ആ ക്ലെയിം ഡിസ്ബേഴ്സ് നൽകുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. 3, ഇൻകോർപ്പറേഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ഇൻ ദി അക്കൗണ്ട്സ്. ആ നൽകിയ പണത്തിൻ്റെ കൃത്യമായ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കുകയും വേണം, അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ, അതായത് ക്യാഷ് ബുക്കിലൂടെ ആ തുക അക്കൗണ്ട് ചെയ്യപ്പെടുകയും വേണം എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് ഗവേൺ ഇൻകറിങ് ഓഫ് എക്സ്പെൻഡിച്ചർ ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട്? അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാൻ, അതായത് സഞ്ചിത നിധിയിൽ നിന്ന് 3 തരം അക്കൗണ്ട്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ്. അതിൽ എല്ലാ വരവ് ചെലവുകളും നിയന്ത്രിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ആ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ തത്വങ്ങൾ പാലിച്ചിരിക്കണം? അതിൻ്റെ ആൻസർ, there is a sanction authorizing the expenditure. That is the most important thing. ഏത് ചെലവ് ചെയ്യണമെങ്കിലും അതിനൊരു സാങ്ഷൻ ഉണ്ടാവണം. അതായത് കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ, അധികാരപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ സാങ്ഷൻ വാങ്ങിയിരിക്കണം. 2, that there is provision of funds fixing the limits within which the expenditure can be incurred. അതായത് if there is sufficient provision of funds,
ആ ചെലവ് ചെയ്യാൻ ആവശ്യമായി വേണ്ടിവരുന്ന കൃത്യമായ തുക വകയിരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. 3. The expenditure should conform to relevant provisions and in accordance with the financial rules and regulations. മൂന്നാമത് ഈ ചെലവ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ റൂൾസ്, സാമ്പത്തികമായ ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിച്ച് തന്നെയാണോ എന്ന് പരിശോധിക്കണം. 4. The expenditure should be incurred with a due regard to the principles of financial propriety. നിയമങ്ങളും ചട്ടങ്ങളും മാത്രം പാലിച്ചാൽ പോരാ, അതിൻ്റെ ഫൈനാൻഷ്യൽ പ്രൊപ്പറൈറ്റി, അതായത് സാമ്പത്തികമായ ഔചിത്യം കൂടി, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, സാമ്പത്തികമായ ഔചിത്യം കൂടി നോക്കിയിട്ട് വേണം ചെലവ് ചെയ്യാൻ. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവ് ചെയ്യാൻ ഈ 4 കാര്യങ്ങളും പരമപ്രധാനമാണ്. ഒന്ന്, സാങ്ഷൻ ഉണ്ടോ, പിന്നെ രണ്ടാമത് കൃത്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടോ, മൂന്നാമത് അത് നിയമങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ, നാലാമത് അതിൻ്റെ ഔചിത്യം ശരിയാണോ. ഈ 4 കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഒരു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. The auditor performs dash functions in respect of first 3 conditions above. ഈ 3 കാര്യങ്ങൾ മുകളിൽ പറഞ്ഞ സാങ്ഷൻ, പ്രൊവിഷൻ ഓഫ് ഫണ്ട് ആൻഡ് കൺഫോം ടു റെലവൻറ്റ് പ്രൊവിഷൻസ്, ഈ 3 കാര്യങ്ങളിലും ഒരു ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ ഫങ്ഷനാണ്. അതായത് നിയമപരമായി തന്നെയുള്ള ഒരു പ്രവൃത്തിയാണ് ഓഡിറ്റ് നിർവഹിക്കുന്നത് എന്നും മനസ്സിലാക്കുക. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 16. The power to sanction expenditure from the consolidated fund of the state vests with, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്, സഞ്ചിത നിധിയിൽ നിന്ന് ചെലവ് ചെയ്യാൻ ആരുടെ, ഏത് അധികാരികളുടെ സാങ്ഷനാണ്, അനുവാദമാണ് വേണ്ടതെന്നാണ് ഗവർണർ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ വർക്കുകളൊക്കെ, PWD വർക്കുകളൊക്കെ ടെൻഡർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോഴോ ഒക്കെ ആ ടെൻഡറിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് കാണാം, ഓൺ ബിഹാഫ് ഓഫ് ദി ഗവർണർ എന്ന് പറഞ്ഞാൽ ഏത് ചെലവ് ചെയ്യുന്നത്, ഇപ്പോൾ പത്രപരസ്യം നിങ്ങളൊന്ന് എടുത്ത് നോക്കുമല്ലോ, അതിൻ്റെ അടിയിലൊക്കെ ഓൺ ബിഹാഫ് ഓഫ് ദി ഗവർണർ എന്ന് കാണാം. കാരണം ഏത് ചെലവ് ചെയ്യണമെങ്കിലും അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഗവർണറാണ്. അദ്ദേഹത്തിൻ്റെ സാങ്ഷനോടുകൂടി മാത്രമേ ഏത് ചെലവും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തത്, വാട്ട് ഈസ് ഓഡിറ്റ് ഓഫ് സാങ്ഷൻ. ഈ നൽകിയ സാങ്ഷന് ഈ സബ്ജക്റ്റ് ടു ഓഡിറ്റാണ്. ആ അനുമതി, ആ ഭരണാനുമതി, സാങ്ഷൻ കൊടുത്തത് ഓഡിറ്റിന് വിധേയമാണ്. അത് എന്താണെന്ന് ചോദിക്കുന്നത്. ഓഡിറ്റ് നോട്ട് ഓൺലി സീസ് ദ എക്സ്പെൻഡിച്ചർ ഈസ് കവേർഡ് ബൈ സാങ്ഷൻ. അതായത് ഒരു ചിലവ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഓഡിറ്റ് നോക്കുന്ന വെദർ ദെയർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇല്ലാതെ ഒരു ചിലവും ചെയ്യാൻ ഒരധികാരിക്കും അധികാരമില്ല എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കും. but also verifies the authority according to the sanction is competent by virtue of laws, rules and orders. അതായത് ഈ സാങ്ഷൻ കൊടുത്ത ആൾ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നിയമപരമായി ചട്ടം അനുശാസിക്കും വിധം, ഉത്തരവുകൾ ബാധകമാകും വിധം അധികാരപ്പെടുത്തിയിട്ടുള്ള അധികാര സ്ഥാനത്ത് നിന്ന് തന്നെയാണോ ഈ സാങ്ഷൻ ലഭിച്ചത് എന്നും ഓഡിറ്റിൽ പരിശോധിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഓൾസോ വെരിഫൈസ് ദാറ്റ് ദ സാങ്ഷൻ ഈസ് ഡെഫിനിറ്റ് ആൻഡ് നീഡ്സ് നോ റെഫറൻസ് ടു ദി സാങ്ഷനിങ് അതോറിറ്റി ഇറ്റ്സെൽഫ്. പിന്നെ ഒരു സാങ്ഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻ അൺഇക്വോക്കൽ ടേംസ്. അതായത് ഒരു ആംബിഗ്വിറ്റിയും അതിൽ പാടില്ല, ഒരു അവ്യക്തതയുമില്ല. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ സാങ്ഷനിൽ ഒരു ഫർദർ റെഫറൻസ് ഇല്ലാതെ തന്നെ വ്യക്തമാണോ എന്നും ഉറപ്പുവരുത്തേണ്ട ധർമ്മം ഓഡിറ്റിനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. The dash department is entitled to receive a copy of an order sanctioning expenditure and the procedure of communicating such sanctions is determined by. Dash department is entitled to receive a copy of the order sanction. ഏത് സാങ്ഷൻ ഇഷ്യൂ ചെയ്താലും അത് ആർക്ക് ലഭ്യമാക്കണം എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് എ കോപ്പി ഓഫ് ദി ഓർഡർ. ഗവൺമെൻറ് ഏത് ജിയോ നിങ്ങൾ പരിശോധിച്ചാലും കാണാം, വിശേഷം ഫൈനാൻഷ്യൽ ജിയോസ് ഏത് പരിശോധിച്ചാലും അതിൻ്റെ താഴെ കോപ്പി ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ AND, കോപ്പി ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ ഓഡിറ്റ് എന്നെഴുതിയിരിക്കുന്നത് കാണാം. കാരണം എല്ലാ സാങ്ഷനും സബ്ജക്റ്റ് ടു ഓഡിറ്റ് ബൈ ദി C&AG ആണെന്ന് അർത്ഥം. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ കോപ്പി നൽകേണ്ടതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ദ റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് കൺസേൺ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ. അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ
പറയുന്നതിന് വിധേയമായിട്ടും ആയിരിക്കണം. ദെൻ the sanctions and orders issued with the concurrence of dash requires no audit check. ചില സാങ്ഷനൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പ്രയർ ടു ഇഷ്യൂവൻസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ് പ്രാവർത്തികമാക്കാൻ പോകുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ആണെങ്കിൽ സംടൈംസ് ദി CNAG മേ ബി കൺസൾട്ടഡ്. അങ്ങനെ CNAGയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഒരു സാങ്ഷൻ ഇറക്കുന്നതെങ്കിൽ ഇറ്റ് നീഡ് നോട്ട് ബി അഗൈൻ കോപ്പി നീഡ് നോട്ട് ബി അഗൈൻ ഫോർവേഡ് ടു ദി CNAG. കാരണം CNAG കണ്ട കാര്യമാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. സോ ആൻഡ് ആൻസർ ദ സാങ്ഷൻസ് ആൻഡ് ഓർഡേഴ്സ് ഇഷ്യൂഡ് വിത്ത് ദ കൺകറൻസ് ഓഫ് അനുവാദത്തോടു കൂടി റിക്വയർസ് നോ ഓഡിറ്റ് ചെക്ക്. ദാറ്റ് ഈസ് ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ CNAGയുടെ അനുവാദത്തോടു കൂടിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു ഫർദർ ചെക്കിൻ്റെ ആവശ്യം ഇല്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20. If the sanctioning authority is vested with the full orders in respect of certain classes of expenditure, the sanction can be challenged by audit only on grounds of, അതായത് സാങ്ഷനിങ് അതോറിറ്റിക്ക് ആ സാങ്ഷൻ ഇഷ്യൂ ചെയ്യാനുള്ള പരമാധികാരം നൽകിയിട്ടുള്ള ഒരു കേസിൽ ആണ് എങ്കിൽ ഓഡിറ്റ് ഏത് കാര്യത്തിലായിരിക്കും ആ സാങ്ഷൻ സ്ക്രൂട്ടിനി നടത്തുന്നതെന്നാണ്. അതിൻ്റെ ആൻസർ പ്രൊപ്രൈറ്റി ആണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു സാങ്ഷൻ ഇഷ്യൂ ചെയ്യുന്നത് ഒബ്സർവിങ് ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ലോ എവറിഥിങ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് സാങ്ഷൻ. എങ്കിലും CNAGക്ക് അതിൽ നോക്കാനുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്രൈറ്റിയാണ്, ആ സാങ്ഷൻ്റെ ഔചിത്യമാണ്. ഉദാഹരണത്തിന് ഒരു റോഡ് പണിയാനായിട്ടൊരു അതോറിറ്റി സാങ്ഷൻ കൊടുത്തു. ആ റോഡ് അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുൻവശം വരെയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ റോഡ് പണിഞ്ഞതും ടെൻഡർ ചെയ്തതും ഒക്കെ ശരിയാണ്. പക്ഷേ സ്വന്തം വീട്ടിൻ്റെ മുമ്പിലേക്ക് സ്വന്തമായിട്ടൊരു ആനുകൂല്യത്തിന് വേണ്ടിയാണ് ആ സാങ്ഷൻ ഇഷ്യൂ ചെയ്യുന്നത് കണ്ടാൽ അതിൻ്റെ പ്രൊപ്രൈറ്റി ആംഗിളിൽ ദാറ്റ് സാങ്ഷൻ ക്യാൻ ബി ചലഞ്ച്ഡ് ബൈ ദി CNAG. അതാണ് ആ പ്രൊപ്രൈറ്റിയുടെ അർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21. ഹൗ ഈസ് എ ഗ്രൂപ്പ് ഓഫ് വർക്ക്സ് അണ്ടർ വൺ പ്രോജക്റ്റ് കൺസിഡേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഫൈനാൻഷ്യൽ സാങ്ഷൻസ്? അതായത് ഒരു പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ട് അനേകം സ്കീംസും സബ് സ്കീംസും അല്ലെങ്കിൽ മൈനർ വർക്ക്സും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ഓരോ സ്കീമിനും സബ് സ്കീമിനും മൈനർ വർക്ക്സിനും പ്രത്യേകമായിട്ട് സാങ്ഷൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. നോ. അതായത് ആ പ്രോജക്റ്റ് ആസ് എ ഹോൾ ഈസ് സാങ്ഷൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ സിംഗിൾ വർക്ക്, ഒറ്റ വർക്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം അതിന് സാങ്ഷൻ ഇഷ്യൂ ചെയ്യാൻ. ദെൻ ക്വസ്റ്റ്യൻ 22. In the case of new schemes of expenditure, audit should see whether, അതായത് ന്യൂ സ്കീംസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റ് എന്തൊക്കെയാണ് നോക്കുന്നത്? എ സാറ്റിസ്ഫാക്ടറി അക്കൗണ്ടിങ് പ്രൊസീജിയർ ഹാസ് ബീൻ ഇവോൾവ്. ഇതൊരു പുതിയ ഒരു സ്കീമാണ്, ഇതുവരെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു പദ്ധതിയാണെങ്കിൽ അതിന് അത് ഏത് രീതിയിലുള്ള അക്കൗണ്ടിങ് ആയിരിക്കണം? ഉദാഹരണത്തിന് സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ സിവിലായിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം, ഇതിലേതാണ് വേണ്ടത്? സിംഗിൾ എൻട്രി ആണോ ഡബിൾ എൻട്രി ആണോ? അപ്പോൾ അക്കൗണ്ടിങ് സിസ്റ്റം ഏതാണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. ഉദാഹരണത്തിന് LSTD പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നപ്പോൾ ഒറിജിനലി ഇറ്റ് വാസ് എ സിംഗിൾ എൻട്രി സിസ്റ്റം, ബട്ട് സബ്സിക്വൻ്റ്ലി ഗവൺമെൻറ് ടേൺ ഓവർ ടു ഡബിൾ എൻട്രി സിസ്റ്റം. ഇപ്പോൾ കൊമേഴ്സ്യൽ അക്കൗണ്ടിങ് സിസ്റ്റമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രൊസീജിയർ ഇവോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും. ആൻഡ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ആൻഡ് ടൈം ഷെഡ്യൂൾ, ഫിസിക്കൽ ടാർഗറ്റ്സ് ആൻഡ് അതർ ഓബ്ജക്ട്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ആർ ഡ്യൂലി ലെയ്ഡ് ഡൗൺ ബൈ ദി സാങ്ഷനിങ് അതോറിറ്റി. അതോടൊപ്പം തന്നെ ശരിയായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കോസ്റ്റ് എടുത്തിട്ടുണ്ടോ, വിശദമായ ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് അതിൻ്റെ ചെലവ് കണക്കാക്കിയിട്ടുണ്ടോ? ദെൻ ടൈം ഷെഡ്യൂള്, എത്ര കാലത്തിനകം എങ്ങനെ ഓരോ വർക്കും തീർക്കണം. ദെൻ ഫിസിക്കൽ ടാർഗറ്റ്, ഓരോ സമയത്തും ഇന്ന ദിവസം ഇത്ര വർക്ക് തീർന്നിരിക്കണം, അങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ആൻഡ് അതർ ഓബ്ജക്ട്സ് ഓഫ് എക്സ്പെൻഡിച്ചർ, മറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യങ്ങളും ഒക്കെ സമഗ്രമായിട്ട് വിലയിരുത്തിയിട്ടാണോ എന്ന് പരിശോധിക്കപ്പെടുന്നതാണ്. ദെൻ ക്വസ്റ്റ്യൻ 23. സാങ്ഷൻസ് with a long period of currency and also that of a permanent nature should be reviewed. അതായത് ചിലപ്പോൾ നമ്മൾ സാങ്ഷൻ കൊടുക്കുന്നത്, ഇപ്പോൾ സാങ്ഷൻ്റെ വാലിഡിറ്റി പീരീഡൊക്കെ നമ്മൾ ഫൈനാൻഷ്യൽ കോഡിലൊക്കെ കണ്ടാണ്. ഒന്നുകിൽ അത് കൃത്യമായിട്ട് സാങ്ഷനിൽ പറയണം, അല്ലെങ്കിൽ ആ ഫൈനാൻഷ്യൽ ഇയറിൽ എൻഡ് ചെയ്യും, അതല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുണ്ടെങ്കിൽ അത് പറയണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്.
ചില വർക്കിന് ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റിന് 1 വർഷത്തേക്കല്ല സാങ്ഷൻ, ഇറ്റ് ഈസ് ഫോർ എ ലോങ് പീരീഡ്. പക്ഷെ അങ്ങനെ ലോങ് പീരീഡിനേക്ക് സാങ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? അത് പീരിയോഡിക്കലായിട്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ? അതായത് കൃത്യമായിട്ട് ഓരോ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന വർക്ക് തീർത്തിരിക്കണം എന്ന് പറയുന്ന പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ? പ്രോഗ്രസ് ഓഫ് വർക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കണം എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24, വാട്ട് ഈസ് അൺഓതറൈസ്ഡ് എക്സ്പെൻഡിച്ചർ? ഒരു എക്സ്പെൻഡിച്ചറിനെ നമ്മൾ അൺഓതറൈസ്ഡ് ആണ്, ഇത് അംഗീകാരമില്ലാത്തൊരു ചിലവാണ് എന്നൊരു തീരുമാനത്തിലെത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ആൻഡ് ആൻസർ, എക്സ്പെൻഡിച്ചർ ഇൻ എക്സസ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഗ്രാൻറ്റ്. അതായത് ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്, ഒരു തുക വകയിരുത്തിയിട്ടുണ്ട്, അതിനെ അധികരിച്ചാൽ ആ അധികരിച്ച ഭാഗത്തെ നമ്മൾ അൺഓതറൈസ്ഡ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഓർ അപ്രോപ്രിയേഷൻ ആസ് വെൽ ആസ് എക്സ്പെൻഡിച്ചർ നോട്ട് ഫോളിങ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് എനി ഗ്രാൻറ്റ്. അതുപോലെ നമ്മൾ അപ്രോപ്രിയേഷൻ ആസ് വെൽ ആസ് എക്സ്പെൻഡിച്ചർ, അതായത് എത്രയാണ് ഇപ്പോൾ അപ്രോപ്രിയേഷൻ ആക്റ്റൊക്കെ നമ്മൾ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞതാണ്. അതായത് ബഡ്ജറ്റിൽ തുക ഇരുത്തുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അലോട്ട് ചെയ്യുന്ന എമൗണ്ടാണ് അപ്രോപ്രിയേഷൻ ആക്റ്റിൽ പറയുന്നത്. ആ അപ്രോപ്രിയേറ്റ് ചെയ്തിരിക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന ആ തുകയെ അധികരിച്ചിട്ട് ആണ് ചെലവ് ചെയ്തിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ നോട്ട് ഫോളിങ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദി ഗ്രാൻറ്റ്, ആ ഗ്രാൻറ്റിൻ്റെ പരിധി കടന്ന് ചെലവ് ചെയ്തിട്ടുണ്ടോ? ഇറ്റ് ഇസ് എ ഗ്രോസ് ഇറഗുലാരിറ്റി. ആൻഡ് അൺലെസ് റെഗുലറൈസ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് അൺഓതറൈസ്ഡ് എക്സ്പെൻഡിച്ചർ. പക്ഷേ ഞാനിത് പറയുമ്പോൾ ഒരു ബഡ്ജറ്റിൽ തുക വകകൊള്ളിച്ചാൽ അതിനെ അധികരിച്ച് 1 രൂപ പോലും ചിലവഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അന്ന് ഞാൻ പറഞ്ഞാണ്, ഇത് പറയുന്നെങ്കിലും ഇതൊരു ഐഡിയൽ കണ്ടീഷനിൽ പറഞ്ഞ കാര്യമാണ്. പല സന്ദർഭങ്ങളിലും ഉദ്യോഗസ്ഥർക്ക് ബഡ്ജറ്റിലെ തുക അധികരിച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ അധികരിച്ച് ചെയ്യുമ്പോൾ അതിനൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ആ തുകയ്ക്ക് ഒരു സപ്ലിമെൻ്ററി ബഡ്ജറ്റ് സഭയിൽ അവതരിപ്പിച്ച്, ഫൈനാൻസ് മിനിസ്റ്റർ വഴി സഭയിൽ അവതരിപ്പിച്ച് സാങ്ഷൻ വാങ്ങിയിട്ട് വേണം ആ അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഇൻ എക്സസ് ഓഫ് ദി പ്രൊവിഷൻ ഇൻ ദ ഗ്രാൻഡ് ക്യാൻ ബി എക്സ്പെൻഡഡ്. ആ പറഞ്ഞ ഗ്രാൻഡിൽ അല്ലെങ്കിൽ ആ അലോട്ട്മെൻറ്റിനെ അധികരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ആ തുകയ്ക്ക് ഒരു സപ്ലിമെൻ്ററി ബഡ്ജറ്റ് പാസ്സാക്കി വാങ്ങേണ്ടതായിട്ടുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അൺഓതറൈസ്ഡ് എക്സ്പെൻഡിച്ചർ. Then 25, what is reappropriation from one grant or appropriation to another not permissible? റീഅപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നു, അതിലൊരു തുക കുറവാണ്, ഗ്രാൻഡ് ഇൻ എക്സസ് ആയിട്ട് വേണ്ടി വരുന്നു. പക്ഷെ മറ്റൊരു പ്രോജക്റ്റിൽ അനുവദിച്ച തുക അത്രയും ചിലവഴിക്കേണ്ടി വരുന്നില്ല, അവിടെ ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ ഈ സേവിങ്സ് നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദിസ് സേവിങ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഷോർട്ടേജ് ഓഫ് അനദർ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൽ കണ്ട തുക കുറവാണെങ്കിൽ ആ കുറഞ്ഞ തുകയെ ഈ എക്സസ് കൊണ്ട് നമുക്ക് നികത്താൻ പറ്റും. അത് ഗവൺമെൻറ്റിനെ അറിയിച്ച് വേണം, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് ഫൈനാൻസ് മിനിസ്റ്റർ വഴി ലെജിസ്ലേച്ചറിൻ്റെ അംഗീകാരത്തോടു കൂടി അങ്ങനെ ചെയ്യുന്നതിനെയാണ് റീഅപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. സോ റീഅപ്രോപ്രിയേഷൻ ഈസ് പോസിബിൾ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ കേസിലൊക്കെ ആണെങ്കിൽ ഈവൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ റീഅപ്രോപ്രിയേറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മേജർ കേസസ് ദി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്ഷനോടുകൂടി മാത്രമേ റീഅപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നും ബഡ്ജറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ വൈ ഈസ് റീഅപ്രോപ്രിയേഷൻ ഓഫ് വൺ ഗ്രാൻഡ് ഓർ അപ്രോപ്രിയേഷൻ ടു അനദർ നോട്ട് പെർമിസിബിൾ? അങ്ങനെ ഒരു റീഅപ്രോപ്രിയേഷൻ അനുവദനീയമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഹാസ് ദി ഇഫക്റ്റ് ഓഫ് റെഡ്യൂസിങ് ആൻഡ് ഇൻക്രീസിങ് ദി എമൗണ്ട് ഓഫ് ഗ്രാൻഡ്. കാരണം അത് ബഡ്ജറ്റിൽ പാസ്സാക്കിയ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഐഡിയൽ കണ്ടീഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ നിഷ്കർഷിക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്രാൻഡ് അതിൻ്റെ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഹാസ് ദി ഇഫക്റ്റ് ഓഫ് റെഡ്യൂസിങ് ആൻഡ് കാരണം അച്ചീവ്മെൻറ്റ് കുറവായിരിക്കും, മുഴുവൻ പണവും ചിലവഴിച്ചിട്ടും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല. ആൻഡ് ഇൻക്രീസിങ് ദി എമൗണ്ട് ഓഫ് ഗ്രാൻഡ്, ആ ഗ്രാൻഡിൻ്റെ തുക അധികരിച്ച് പോവുകയും ചെയ്യും. അതൊരു നല്ല ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷണമല്ല എന്നർത്ഥം. കാരണം പറയുന്നത് പോലെ അടങ്കൽ തുക നിർമ്മിച്ച് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനെന്നർത്ഥം. ആൻഡ് വിൽ ദസ് അൾട്രാ വൈറസ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഭരണഘടന വിഭാവന ചെയ്യുന്നതിന് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് റീഅപ്രോപ്രിയേഷൻ ഈസ് നോട്ട് പോസിബിൾ എന്ന ഒരു ഐഡിയൽ ഡിക്റ്റം
ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും അത് വേണ്ടി വരണമെങ്കിൽ ഒരു പ്രൊസീജിയറുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനനുസരിച്ച് യു ക്യാൻ റീഅപ്രോപ്രിയേറ്റ് ആൾസോ. Then question number 26, what are the different types of contingent expenditures? പലതരത്തിലുള്ള കണ്ടിൻജൻറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടിൻജൻസി ഫണ്ട് അലോട്ട് ചെയ്ത് വരുന്നുണ്ട്. അത് പല രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? കോൺട്രാക്റ്റ് കണ്ടിൻജൻസീസ്, സ്കെയിൽ റെഗുലേറ്റഡ് കണ്ടിൻജൻസീസ്, സ്പെഷ്യൽ കണ്ടിൻജൻസീസ്, കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ് ആൻഡ് ഫുള്ളി വൗച്ച്ഡ് കണ്ടിൻജൻസീസ്. ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമുക്കില്ല, ഞാനൊന്ന് ഓടിച്ച് പറയാം. കോൺട്രാക്റ്റ് കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ ഒരു തുക ഡിസ്ബേഴ്സിങ് ഓഫീസറെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ആ തുക ചെലവഴിക്കണം, പക്ഷേ അത് ഓഡിറ്റിന് വിധേയമാണ്. 2 സ്കെയിൽ റെഗുലേറ്റഡ് കണ്ടിൻജൻസീസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വർക്ക് ചെയ്യുന്നതിന് എത്ര രൂപ വേണ്ടി വരുമെന്ന് അതിനൊരു സ്കെയിലുണ്ട് നേരത്തെ തന്നെ. ഇപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്, അതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിന് ഉദ്യോഗസ്ഥർക്ക് ഏൽപ്പിക്കുന്ന ഒരു കണ്ടിൻജൻസി ഫണ്ടുണ്ട്. അത് എത്ര രൂപയാണ്? അതൊരു ഫിക്സഡ് സമ്മാണ്. അത് വെച്ചിട്ടുള്ള കണ്ടിൻജൻറ്റ് എക്സ്പെൻഡിച്ചർ നിർവഹണമാണ്. സ്പെഷ്യൽ കണ്ടിൻജൻസീസ് ആണ്. അതിന് സ്പെഷ്യൽ സാങ്ഷനോടുകൂടി ഒരു കണ്ടിൻജൻറ്റ് എക്സ്പെൻഡിച്ചർ നിർവഹിക്കുകയാണ്. ദെൻ കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ് ഉണ്ട്. കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ പല രീതിയിലുണ്ട്. കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ് ബിഫോർ പേയ്മെൻറ്റ്, കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ് ആഫ്റ്റർ പേയ്മെൻറ്റ്, ദെൻ ഓഡിറ്റഡ് കണ്ടിൻജൻസീസ്, ഇങ്ങനെ പല രീതിയിലുണ്ട്. അതായത് ഒരു കണ്ടിൻജൻറ്റ് ബില്ല് കൺട്രോളിംഗ് ഓഫീസറെ ഒപ്പിട്ട് വേണം അത് ഡ്രോ ചെയ്യാൻ. അതാണ് കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ് ബിഫോർ പേയ്മെൻറ്റ്. ചില കേസിൽ അതിന് ശേഷം ബില്ല് പാസ്സാക്കിയതിന് ശേഷം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചാൽ മതി. അതാണ് കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ് ആഫ്റ്റർ പേയ്മെൻറ്റ്. ദെൻ ഫുള്ളി വൗച്ച്ഡ് കണ്ടിൻജൻസീസ്, അതായത് ആ കണ്ടിൻജൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് എല്ലാ വൗച്ചേഴ്സും സബ് വൗച്ചേഴ്സും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ പലതരം കണ്ടിൻജൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾ ദീസ് കണ്ടിൻജൻസീസ് ആർ സബ്ജക്റ്റ് ടു ഓഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27, വാട്ട് ആർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കോൺട്രാക്ട്സ് പ്ലേസ്ഡ് ബൈ ഗവൺമെൻറ്? ഗവൺമെൻറ് 2 രീതിയിലൊക്കെ കോൺട്രാക്റ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന്, കോൺട്രാക്ട്സ് പ്ലേസ്ഡ് ഓൺ സപ്ലയേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള കോൺട്രാക്റ്റിൽ ഗവൺമെൻറ് ഏർപ്പെടാറുണ്ട്. ആൻഡ് ദോസ് പ്ലേസ്ഡ് ഓൺ സപ്ലയേഴ്സ് എബ്രോഡ്, വിദേശത്ത് നിന്നും ഗ്ലോബൽ ടെൻഡേഴ്സൊക്കെ വിളിച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ISRO പോലുള്ള എല്ലാ കമ്പനികളാണ് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ 2 രീതിയിൽ കോൺട്രാക്റ്റിൽ ഗവൺമെൻറ് ഏർപ്പെടാറുണ്ട് എന്നർത്ഥം. ദെൻ 28, ഇൻ ദ കേസ് ഓഫ് ഡെറ്റ്, ഡെപ്പോസിറ്റ്, റെമിറ്റൻസ് ആൻഡ് സസ്പെൻസ് ഹെഡ്സ്, ഇതൊക്കെ ഹെഡ് ഓഫ് അക്കൗണ്ടുകളാണ്. ഹൗ ഡസ് ഓഡിറ്റ് വെരിഫൈ എ റീപേയ്മെൻറ്റ് ഓർ എ റിക്കവറി? ഇപ്പോൾ ഇതിലൊക്കെ താൽക്കാലികമായി വെച്ചിരിക്കുന്ന എമൗണ്ടാണ് ഗവൺമെൻറ്റിന് കിട്ടാനുള്ളത്, ഗവൺമെൻറ് കൊടുക്കാനുള്ളത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു സാധാരണ രീതിയിൽ ഇതിനെ അങ്ങനെ നമുക്ക് വിശദീകരിക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇതിൻ്റെ റീപേയ്മെൻറ്റും റിക്കവറിയൊക്കെ എങ്ങനെ വാച്ച് ചെയ്യും? ഇൻ ദ കേസ് ഓഫ് റീപേയ്മെൻറ്റ്സ്, ദ ഒറിജിനൽ റെസീറ്റ്സ് ആർ ചെക്ഡ്. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഗവൺമെൻറ് പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ റീപേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ റെസീറ്റ് വെരിഫൈ ചെയ്യണം. അത് ശരിയാണോ? കാരണം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം വാങ്ങിയ സമയത്ത് അത് ശരിയായിരുന്നോ, അധികമായിരുന്നോ? ആൻഡ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ റീപേയ്മെൻറ്റ് ഈസ് അക്കോർഡിംഗ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ തിരിച്ചു കൊടുക്കുന്നത് അത് നിയമവും ചട്ടവും പാലിച്ച് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ഇൻ ദ കേസ് ഓഫ് റിക്കവറീസ്, അല്ല ഗവൺമെൻറ് മറ്റുള്ളവരിൽ നിന്ന് റിക്കവറി ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റ് അസർട്ടൈൻസ് ദാറ്റ് ദ പേയ്മെൻറ്റ് കൺഫേംസ് ടു ഇറ്റ്സ് അതോറിറ്റി. ശരിക്കും അതോറിറ്റിയോടുകൂടിയാണോ അത് റിക്കവറി നടത്തിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ദ മണീസ് ആർ റെഗുലർലി റീപെയ്ഡ് ബൈ ദി ഡെറ്റർ. അതുപോലെ ഓരോ മാസങ്ങളായിട്ടാണ്, പീരിയോഡിക്കലായിട്ടാണ് റിക്കവറി എങ്കിൽ അതിൽ വീഴ്ച വരുത്താതെ റിക്കവറി നടത്തുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ട ധർമ്മം ഓഡിറ്റിനാണ്. Then question number 29, for what purpose sinking funds are constituted and what are the checks exercised by audit in the case of sinking funds? സിങ്കിങ് ഫണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ബഡ്ജറ്റിൽ. എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ലോൺ എടുക്കുകയാണ് വിദേശത്ത് നിന്ന്, IMFൽ നിന്ന് ലോൺ എടുക്കുന്നു. അത് ഉടൻ തന്നെ അടുത്ത മാസം മുതൽ തന്നെ അത് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഗവൺമെൻറ് പ്രത്യേകമായിട്ടൊരു ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഫണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ആ സിങ്കിങ് ഫണ്ടിൽ നിന്നായിരിക്കും, അപ്പോൾ ഒരു സമ്മ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും, ഒരു ഫണ്ട് രൂപീകരിച്ച് വെക്കും. ആ ഫണ്ടിൽ നിന്നാണ് ഈ IMFലേക്ക് പീരിയോഡിക്കലായിട്ട് ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചടച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ശരിക്കും ആ ഓരോ മാസം അടയ്ക്കുന്നതിനനുസരിച്ച് ഈ ഫണ്ട് സിങ്ക് ചെയ്ത് വരും എന്ന് പറഞ്ഞാൽ കുറഞ്ഞ്
എത്ര കാലം കൊണ്ടാണോ അത് അടയ്ക്കേണ്ടത്, 10 വർഷം കൊണ്ടാണെങ്കിൽ 10ാമത്തെ വർഷം അടച്ചു തീരുമ്പോൾ സിങ്കിങ് ഫണ്ട് വിൽ ഓൾസോ ബി നിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാധ്യത ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലോട്ടോ ഒന്നും പോകില്ല എന്നർത്ഥം. വളരെ കൃത്യമായ ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ലോൺ എടുക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മളും പ്രായോഗികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ലോൺ എടുത്താൽ അതെങ്ങനെ അടയ്ക്കും, അതിനൊരു പ്രൊവിഷൻ കണ്ടെത്തേണ്ടത് ഈവൻ ഇൻ ഇൻഡിവിജ്വൽ കേസ് ആൾസോ ഇറ്റ് ഈസ് എ മസ്റ്റ്. വ്യക്തികളുടെ കാര്യത്തിൽ പോലും ഇത് ശരിയാണെന്നർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം, ഫോർ വാട്ട് പർപ്പസ് സിങ്കിങ് ഫണ്ട്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ്, എന്തിനാണ് സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കുന്നത്, ആൻഡ് വാട്ട് ആർ ദി ചെക്സ് എക്സർസൈസ്ഡ് ബൈ ഓഡിറ്റ് ഇൻ ദ കേസ് ഓഫ് സിങ്കിങ് ഫണ്ട്സ്. ആ കാര്യത്തിൽ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, ആ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. സിങ്കിങ് ഫണ്ട്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ റിഡംഷൻ ഓഫ് ലോൺസ്. ആ ലോൺ ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കുകയാണ്, റൈസ്ഡ് ബൈ ഗവൺമെൻറ്. ആൻഡ് ഓഡിറ്റ് ചെക്സ് വെദർ ദീസ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് അണ്ടർടേക്കിംഗ് ഗിവൺ ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് ആ ഏജൻസിയായിട്ട് വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റിനെ സാധൂകരിക്കത്തക്ക രീതിയിൽ തന്നെയാണോ ഈ പേയ്മെൻറ്റിൻ്റെ തുകയും അതിൻ്റെ പീരിയോഡിസിറ്റിയും ഒക്കെ ശരിയാണോ എന്ന് നോക്കണം. ആൻഡ് ഓഡിറ്റ് ചെക്സ് വെദർ ദീസ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് അണ്ടർടേക്കിംഗ് ഗിവൺ ബൈ ഗവൺമെൻറ് ആൻഡ് സെറ്റ് ഫോർത്ത് ഇൻ ദി പ്രോസ്പെക്ട്സ് ഓഫ് ദി ലോൺസ്. ആ ലോൺ കണ്ടീഷനിൽ ഇത് സ്പെസിഫിക് ആയിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ, ഈ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ആൻഡ് ഇറ്റ് ഓൾസോ വെരിഫൈസ് ദാറ്റ് പേയ്മെൻറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് വാസ് ക്രിയേറ്റഡ്. അതുപോലെ ഈ ലോൺ എടുത്ത തുക എന്തിനു വേണ്ടി, ഏത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏത് പദ്ധതി ചെലവിന് വേണ്ടിയാണോ എടുത്തത്, ആ പദ്ധതി ചെലവിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് എന്നും ഉറപ്പുവരുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഓഡിറ്റിൽ നിക്ഷിപ്തമാണ് എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30, വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് അണ്ടർ സസ്പെൻസ് സെറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണ റവന്യൂ റെസീറ്റ്, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ചില ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ നമ്മളത് സസ്പെൻസ് ഹെഡിലാണ് വെക്കുന്നത്. താൽക്കാലികമായി പണം സൂക്ഷിക്കാനുള്ളൊരു ഹെഡിനെയാണ് നമ്മൾ സസ്പെൻസ് ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് അണ്ടർ സസ്പെൻസ് സെറ്റ്. അണ്ടർ സസ്പെൻസ് ഹെഡ്സ് ആർ റെക്കോർഡഡ് ഓൾ സച്ച് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ അൾട്ടിമേറ്റ്ലി ടു ബി റിമൂവ്ഡ്. അതായത് ആത്യന്തികമായി ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് മാറ്റേണ്ട തുകകളാണ് ഇതിലിരിക്കുന്നത്. കാരണം നമ്മൾ പിന്നെ കണ്ടുപിടിക്കുക, ഒരു സസ്പെൻസ് വെച്ചാൽ ഉടനെ തന്നെ ഇത് ഏത് തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ റെസീറ്റാണെന്ന് കണ്ടുപിടിച്ചാൽ സസ്പെൻസ് ഹെഡിൽ നിന്ന് പിൻവലിച്ച് ഉടൻ തന്നെ ആ ഹെഡിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അതുപോലെ ഒരാളിന് കൊടുക്കാനുള്ളതാണ് ഒരു എമൗണ്ടെങ്കിൽ സസ്പെൻസ് ഹെഡിൽ നിന്ന് ഉടൻ തന്നെ അത് വിത്ഡ്രോ ചെയ്ത് ആളിന് പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ ആത്യന്തികമായി സസ്പെൻസ് ഹെഡ് ഗവൺമെൻറ് അക്കൗണ്ട്സിൽ ഉണ്ടാവരുത്. പക്ഷേ ഉണ്ടാവും, അത് വേറൊരു കാര്യം. പക്ഷേ ഏതായാലും ആത്യന്തികമായി അത് റിമൂവ് ചെയ്യേണ്ട ഹെഡുകൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീസ് ആർ നോട്ട് ഫൈനൽ ഹെഡ്സ്. അതേസമയം നിങ്ങൾക്ക് സാലറി തരുന്നത് ഒരു ഫൈനൽ എക്സ്പെൻഡിച്ചറാണ്, അതൊരു ഫൈനൽ ഹെഡിലാണ് അത് ഡെബിറ്റ് ചെയ്യുന്നത്. അതേസമയം സസ്പെൻസ് ഹെഡ് അങ്ങനെയല്ല, താൽക്കാലികമായ ഗവൺമെൻറ് അക്കൗണ്ടിങ്ങിന് ഒരുക്കിയിട്ടുള്ള സംവിധാനത്തെയാണ് സസ്പെൻസ് ഹെഡ് ആൻഡ് വിച്ച് ആർ അൾട്ടിമേറ്റ്ലി ടു ബി വാഷ്ഡ് ഓഫ് ഫ്രം ഗവൺമെൻറ് അക്കൗണ്ട്സ്. ആൻഡ് ഓൾ സച്ച് ട്രാൻസ് അൾട്ടിമേറ്റ്ലി ടു റിമൂവ്ഡ് ഈതർ ബൈ പേയ്മെൻറ്റ് ഓർ റിക്കവറി. ഒന്നുകിൽ അത് കൊടുക്കണം, അതല്ല ഗവൺമെൻറ് കിട്ടാനുള്ളതാണെങ്കിൽ അതിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഈ രണ്ട് രീതിയിലും സസ്പെൻസ് ഹെഡ് ആത്യന്തികമായി ഇല്ലാതെയാക്കണം എന്നർത്ഥം. ഓർ ബൈ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് രണ്ടും സാധ്യമല്ലെങ്കിൽ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ വെറും ഒരു എൻട്രി ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സസ്പെൻസ് ഹെഡ് റിമൂവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ദെൻ 31, departmental concerns maintain accounts on a dash system and on dash basis. അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ, സിവിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് എന്നർത്ഥം. അതുപോലെ തന്നെ അത് ക്യാഷ് ബേസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ വരവും പോക്കും മാത്രമാണ് നമ്മൾ ഗവൺമെൻറ് അക്കൗണ്ട്സിൽ പ്രതിഫലിപ്പിക്കുന്നത് എന്നർത്ഥം. അതേസമയം ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കൊമേഴ്സ്യൽ കൺസേൺസ് ആണ് ആ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൂടെ ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കുക. 32, the extent of audit of grant in aid depends on whether the grant is conditional or unconditional. ഒരു ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതായത് ഒരു സ്ഥാപനത്തിന് ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുത്താൽ ആ ഗ്രാൻഡ് ഓഡിറ്റിന് വിധേയമാണ്.
ആ വിധേയമാകുന്നത് രണ്ട് കാര്യങ്ങളെ നോക്കിയിട്ടാണ്, വെദർ ഇറ്റ് ഈസ് എ കണ്ടീഷണൽ ഗ്രാൻഡ് ഓർ അൺകണ്ടീഷണൽ ഗ്രാൻഡ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഗ്രാൻഡ് ഇൻ ഓഡിറ്റ് CNAG നടത്തുക. Then while auditing grant in aid, audit should see that there is no tendency on the part of the government to go on disbursing fresh grants to the grantee when amounts out of earlier grants remain unutilized by him. അതായത് ഗ്രാൻറ്റ് കൊടുക്കുമ്പോൾ പ്രധാനമായും നോക്കേണ്ട ഒരു കാര്യം, ഗവൺമെൻറ്റിന് ആ സ്ഥാപനത്തിന് തുടർച്ചയായി ഗ്രാൻറ്റ് നൽകിക്കൊണ്ടേയിരിക്കാനുള്ള ഒരു പ്രവണത പ്രകടമാണോ എന്ന് ഓഡിറ്റ് വീക്ഷിക്കും. അതേതെങ്കിലും ഒരു ഫേവർ ചെയ്യാനായിട്ടൊക്കെ ആവാം ഒരു പക്ഷേ. അതുപോലെ തന്നെ നേരത്തെ നൽകിയിട്ടുള്ള ഒരു ഗ്രാൻറ്റ് തിരിച്ചടച്ചിട്ടില്ല, ബാലൻസ് ഉണ്ടായെങ്കിൽ വീണ്ടും ആ സ്ഥാപനത്തിന് ഗ്രാൻറ്റ് കൊടുക്കുന്നത് ഒട്ടും പ്രായോഗികമായ ഔചിത്യപൂർണമായ ഗവൺമെൻറ്റിൻ്റെ ധനവിനിയോഗത്തിൻ്റെ ശരിയായ ഒരു രീതിയല്ല എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് വാട്ട് ഈസ് മസ്റ്റർ റോൾ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മസ്റ്റർ റോൾ എന്താണ്? ഫൈനാൻഷ്യൽ കോഡിലൊക്കെ ഉള്ളതാണിത്. അതിൻ്റെ ആൻസർ, മസ്റ്റർ റോൾ മീൻസ് ലിസ്റ്റ് ഓഫ് ലേബറേഴ്സ് ഈസ് എ നോമിനൽ റോൾ ഓഫ് ലേബറേഴ്സ് എംപ്ലോയിഡ് ഡെയിലി ഓൺ വർക്ക്സ്. അല്ല, ഏതെങ്കിലും ഒരു വർക്കിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഡെയിലി വർക്കിന് വേണ്ടിയിട്ട് കുറേ ആളുകളെ നിയോഗിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് മസ്റ്റർ റോൾ എന്ന് പറയുന്നത്. ലിസ്റ്റ് ഓഫ് ലേബറേഴ്സാണ്. അവരുടെ പേരും ഒക്കെ എഴുതി വെക്കും. അവരെ കൊണ്ട് അറ്റൻഡൻസ് പോലെ അതിൽ ഒപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു നോമിനൽ റോൾ ഓഫ് ലേബറേഴ്സ് എംപ്ലോയിഡ് ഓൺ ഡെയിലി വർക്സിനെയാണ് നമ്മൾ മസ്റ്റർ റോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അക്വിറ്റൻസ് റോളുണ്ട്. അതിന് തുല്യമായിട്ട് ഡെയിലി ലേബറേഴ്സിന് നൽകിയിട്ടുള്ളതാണ് മസ്റ്റർ റോൾ. അങ്ങനെ ഓർത്തിരിക്കുക. പേയ്മെൻറ്റ്സ് ഓൺ മസ്റ്റർ റോൾസ് ആർ മെയ്ഡ് ആൻഡ് വിറ്റ്നസ്ഡ് ബൈ ദി ഒഫീഷ്യൽ ഓഫ് ദി ഹയസ്റ്റ് സ്റ്റാൻഡിങ് അവൈലബിൾ ഓൺ ദ സ്പോട്ട്. അതായത് ആ മസ്റ്റർ റോൾ വഴി നൽകുന്ന തുകകളൊക്കെ കൃത്യമായി നൽകിയിട്ടുണ്ടോ എന്ന് അവിടെ ആ സൈറ്റിലുള്ള ഹയസ്റ്റ് അതോറിറ്റി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് മെഷർമെൻറ്റ് ബുക്ക്? ഇത് PWD ആയിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ആണ്. മെഷർമെൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇനിഷ്യൽ അക്കൗണ്ട് വിച്ച് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക്സ് ഡൺ ബൈ ഡെയിലി ലേബർ ഓർ ബൈ പീസ് വർക്ക് ഓർ കോൺട്രാക്ട് ഓർ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്. അതായത് മെഷർമെൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് അനുബന്ധമായിട്ട് ഡെയിലി ലേബറേഴ്സ് കാണും. അവർ ചെയ്ത വർക്ക് മെഷർ ചെയ്ത് ഈ മെഷർമെൻറ്റ് ബുക്കിൽ എഴുതും. അതുപോലെ പീസ് മീലായിട്ട് വർക്ക് ചെയ്യിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു റിപ്പയർ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മെഷർമെൻറ്റ് ബുക്കിൽ എഴുതും. അതുപോലെ മേജർ വർക്കുകളോ മൈനർ വർക്കുകളോ ഒക്കെ ആണെങ്കിൽ ആ വർക്കിനെ സംബന്ധിച്ച എല്ലാ മെഷർമെൻറ്റ്സും ഈ മെഷർമെൻറ്റ് ബുക്കിൽ എഴുതും. ബുക്ക് എന്നാണ് അതിന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. മെഷർമെൻറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാതെ PWDക്ക് ഒരു പേയ്മെൻറ്റും നടത്താൻ സാധ്യമല്ല. ദെൻ ബിൽസ് ഓഫ് വർക്ക് ആൻഡ് സപ്ലൈസ് ആർ പ്രിപ്പയർഡ് ഫ്രം ദിസ് ബുക്ക്. കാരണം ഈ മെഷർമെൻറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വർക്ക് ബില്ലുകളും അതിന് ആസ്പദമായ പേയ്മെൻറ്റുകളും നടത്തുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് റെക്കോർഡ്. അതിനെയാണ് മെഷർമെൻറ്റ് ബുക്ക്. അത് ഓരോ ദിവസവും അതാത് സമയത്ത് തന്നെ മെഷർ ചെയ്യണം, ഡേറ്റ് ഇട്ട് അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നും ഇതിനോടൊപ്പം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദെൻ വാട്ട് ഈസ് അബ്സ്ട്രാക്റ്റ്? അതും PWD അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു രജിസ്റ്ററാണ്. വാട്ട് ഈസ് അബ്സ്ട്രാക്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെക്കോർഡ്സ് ഓൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഇൻ ഡീറ്റെയിൽ ദ ക്യാഷ് സ്റ്റോക്ക് ആൻഡ് അതർ ചാർജസ് ഓൺ ഈച്ച് വർക്ക്. അതായത് ഓരോ വർക്കിനും നൽകിയിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റ്, സ്റ്റോക്കിൻ്റെ കണക്ക്, മറ്റ് ചെലവുകൾ എല്ലാം ഈ വർക്ക് അബ്സ്ട്രാക്റ്റിലുണ്ടാവും. വെദർ ക്യാരിഡ് ഔട്ട് ബൈ ഡിപ്പാർട്ട്മെൻറ്റൽ ഏജൻസി ഓർ ഓൺ കോൺട്രാക്ട്. ഒന്നുകിൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യിച്ച വർക്കാവും, അല്ലെങ്കിൽ കോൺട്രാക്ടർ കൊണ്ട് ചെയ്യിച്ച വർക്കാവും. ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുത്ത പേയ്മെൻറ്റുകളെല്ലാം ഈ വർക്ക് അബ്സ്ട്രാക്റ്റിൽ പ്രതിഫലിക്കും, റെക്കോർഡ് ചെയ്യണം എന്നർത്ഥം. ദ റെക്കോർഡ് ഓഫ് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഓർ മെഷർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് റിസീവ്ഡ് വെൻ ഡെലിവേർഡ് ഈസ് ടേക്കൺ ഈസ് കോൾഡ്. അതായത് ഒരു സപ്ലൈ നടത്തുമ്പോൾ അത് സ്റ്റോർ പർച്ചേസിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് സ്റ്റോറിലേക്ക് വരുമ്പോൾ ഈ സാധനം നമ്മൾ ഓരോ സാധനവും അതിൻ്റെ മെഷർമെൻറ്റും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് അത് സ്റ്റോക്കിലേക്ക് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ബുക്കിനെയാണ് ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റ് എന്ന് പറയുന്നത് അതൊരു ക്വാണ്ടിറ്റി അക്കൗണ്ട് മാത്രമാണെന്ന് ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 38. ഡാഷ് ഈസ് എ
chronological record of all transactions of different items of stock. അത് കഴിഞ്ഞാൽ ആ ഓഫീസിൽ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സ്റ്റോറിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി. അതിനെയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററാണ്, അതിനെയാണ് നമ്മൾ പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്നത്. ആ പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജറിൽ അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ, അതായത് ഓരോ സാധനവും വാങ്ങിയതിൻ്റെ അക്കൗണ്ട് അതാത് സമയത്ത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. പക്ഷേ ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വാല്യൂ ആസ് വെൽ ആസ് ക്വാണ്ടിറ്റി അക്കൗണ്ടാണ്. ഇതിനകത്ത് നമ്മൾ എത്ര സാധനം നമ്മുടെ സ്റ്റോക്കിലുണ്ടെങ്കിലും അതിൻ്റെ യൂണിറ്റ് റേറ്റ് വെച്ച് അതിൻ്റെ റേറ്റ് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നും ഒക്കെ ഈ പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജറിൽ നിന്ന് അറിയാൻ പറ്റും. അതേസമയം ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റിൽ നമ്മൾ എഴുതി അതിനിടയ്ക്കൊരു രജിസ്റ്റർ ഉണ്ട്, ബിൻ കാർഡാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിൻ കാർഡും ഒരു ക്വാണ്ടിറ്റി അക്കൗണ്ട് മാത്രമാണ്. ഓരോ സാധനവും എത്ര ക്വാണ്ടിറ്റി, എത്ര ഇഷ്യൂ ചെയ്തു, ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയുന്ന ഒരു സംവിധാനമാണ് ബിൻ കാർഡ്. അപ്പോൾ GRS, അതിൽ നിന്ന് ബിൻ കാർഡ്, അതിൽ നിന്ന് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ, ഇങ്ങനെയാണ് സ്റ്റോർ അക്കൗണ്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അതിൻ്റെ ക്രമമായി ആണ് ഓരോ ട്രാൻസാക്ഷനും ക്രമമായിട്ടാണ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജറിൽ നോട്ട് ചെയ്യുന്നതെന്ന് അർത്ഥം. പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ ഈസ് എ വാല്യൂ കം ന്യൂമറിക്കൽ അക്കൗണ്ട് ഓഫ് ദി സ്റ്റോഴ്സ് ഹെൽഡ് ഇൻ എ ഡിവിഷൻ ആൻഡ് ദ റെസീറ്റ് ഓഫ് സ്റ്റോഴ്സ് ബീയിങ് പോസ്റ്റഡ് ഫ്രം ഡാഷ് ആൻഡ് ഇഷ്യൂസ് ഫ്രം ഡാഷ്. അതായത് ഒരു പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്ന വാല്യൂ കം ന്യൂമറിക്കൽ അക്കൗണ്ടാണ്, പ്രൈസ് കം വാല്യൂ അക്കൗണ്ടാണ്. അതായത് വിലയും അതിൻ്റെ ക്വാണ്ടിറ്റിയും നമുക്ക് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജറിൽ നിന്ന് കിട്ടാം. ആൻഡ് ദ റെസീറ്റ് ഓഫ് സ്റ്റോഴ്സ് ഈസ് ബീയിങ് പോസ്റ്റഡ്. ഇതിനകത്ത് റെസീറ്റ് എവിടെ നിന്നാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറാണ് ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റിൽ നിന്നാണ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ഡോക്യുമെൻ്റ് വഴിയാണ്, അതിനെയാണ് നമ്മൾ ഇൻറ്റൻറ്റ്. സ്റ്റോറിൽ നിന്നൊരു സാധനം വെളിയിലേക്ക് കൊടുക്കുന്നത് ഇൻറ്റൻറ്റ് വഴിയാണ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദെൻ വാട്ട് ഈസ് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ? എന്താണ് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ? അതായത് ചെലവ് ചെയ്യാൻ വേണ്ടി നൽകുന്ന ഭരണാനുമതി എന്താണെന്നാണ്. ദ കൺകറൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദി പ്രപ്പോസൽ ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് എ സ്പെസിഫൈഡ് വർക്ക് വിത്ത് ദ സാങ്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ thereon ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ. അതായത് ഒരു വർക്ക് ചെയ്യുമ്പോൾ ബിഫോർ സ്റ്റാർട്ടിങ് എ വർക്ക് ദർ ഷുഡ് ബി ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്ന് പറയുന്നത് അതിനെയാണ്. അത് കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടേതായിരിക്കണം എന്ന് കണ്ടതാണ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഉറപ്പ് വരുത്തണം? ദാറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വർക്ക് ഒരു കൃത്യമായ തുകയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നുറപ്പ് വരുത്തിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അല്ലെങ്കിൽ ഈ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. ദെൻ വാട്ട് ഈസ് ടെക്നിക്കൽ സാങ്ഷൻ? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണ്ടി വരും പലതിനും. അതായത് ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു സാധനം, ഒരു എക്യുപ്മെൻറ്റോ ഒക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന്, അപ്പോൾ ഒരു കമ്പ്യൂട്ടറാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ ടെക്നിക്കൽ സാങ്ഷൻ വേണം. എന്താണത്? ടെക്നിക്കൽ സാങ്ഷൻ മീൻസ് എക്സെപ്റ്റ് ഫോർ പെറ്റി വർക്ക്സ്, ചെറിയ വർക്കുകൾക്കൊഴിയെ, പെറ്റി റിപ്പയർ വർക്ക്സ് ഫോർ വിച്ച് ലം പ്രൊവിഷൻ ഹാസ് ബീൻ സാങ്ഷൻ, എ പ്രോപ്പർലി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് വർക്ക് to be sanctioned by the competent authority and this is technical sanction. ചെറിയ വർക്കുകൾക്ക് ടെക്നിക്കൽ സാങ്ഷൻ ആവശ്യമില്ല. പക്ഷേ ഒരു മേജർ വർക്കാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കോസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്ന ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആണ്. അതിൽ ഉൾപ്പെടുന്ന ഒരു ഏകദേശ അടങ്കൽ തുകയ്ക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകുന്നതെങ്കിൽ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്നത് കൃത്യമായ തുകയ്ക്കായിരിക്കും. ഈ ടെക്നിക്കൽ സാങ്ഷൻ്റെ തുക പിന്നെ മാറ്റാൻ പറ്റില്ല. അതുപോലെ ASും TSും തമ്മിൽ 15% കൂടുതൽ അധികരിച്ച തുകയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ റിവൈസ്ഡ് AS ഷുഡ് ഓൾസോ ബി ഒബ്റ്റെയിൻ. ഇത് ഞാൻ തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് വാട്ട് ആർ ദി 3-fold ഫങ്ഷൻസ് ഓഫ് എ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്? PWDയിലെ DAമാരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവർക്കൊരു 3 ഇനം ധർമ്മങ്ങളാണ്, ഡ്യൂട്ടീസാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ആസ് ആൻ അക്കൗണ്ടൻറ്റ്, ദാറ്റ് മീൻസ് അവർ കൃത്യമായിട്ട് അക്കൗണ്ട് തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം DAക്കാണ്. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഓർക്കുക. ദെൻ ആസ് ആൻ ഇൻറ്റേർണൽ ചെക്കർ, അതായത് ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നതിൻ്റെ അധികാരി ഈ ഡിവിഷണൽ അക്കൗണ്ടൻ്റാണ്. ദെൻ ഫൈനാൻഷ്യൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതും DA ആണ്. അതായത് ഒരു എക്സിക്യൂട്ടീവ് ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധനാവണം എന്നില്ല. അപ്പോൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങളിൽ സഹായിക്കേണ്ട ഉത്തരവാദിത്വവും DAയിലാണ്. അപ്പോൾ ഈ 3-fold ഫങ്ഷൻസ് ആണ് അദ്ദേഹം നിർവഹിക്കുന്നത്.
ഒന്ന് ആസ് ആൻ അക്കൗണ്ടൻറ്റ്, രണ്ട് ആസ് ആൻ ഇൻറ്റേർണൽ ചെക്കർ, മൂന്ന് എ ഫൈനാൻഷ്യൽ അസിസ്റ്റൻറ്റ്. ദെൻ വാട്ട് ഈസ് കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ? അതും PWD സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്ററാണ്. എന്താണ് കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ? ഇൻ എ റണ്ണിങ് അക്കൗണ്ട് വിത്ത് ഈച്ച് കോൺട്രാക്ടർ ഷോയിങ് ദി എമൗണ്ട് ഡ്യൂ ബൈ ഹിം ഫോർ അഡ്വാൻസസ് മെയ്ഡ് ടു ഹിം ആൻഡ് ഡ്യൂ ടു ഹിം ഫോർ വർക്ക് ഡൺ ബൈ ഹിം, ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ബാലൻസ്ഡ് മന്ത്ലി. അതായത് കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷണൽ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ, ഡിവിഷണൽ ഓഫീസിൽ ഒരു കോൺട്രാക്ടർ എത്ര വർക്ക് ചെയ്യുന്നോ ആ എല്ലാ വർക്കുകളുടെയും വിവരം, ആ കോൺട്രാക്ടർ സംബന്ധിച്ച എല്ലാ വർക്കുകളുടെയും വിവരം ക്രമമായി ഈ കോൺട്രാക്ടേഴ്സ് ലെഡ്ജറിൽ എഴുതും. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുക, അദ്ദേഹം വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് നൽകാനുള്ളത്, അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തതിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് പിടിക്കാനുള്ളത്, ഈ മുഴുവൻ അക്കൗണ്ട്സ് ഡീറ്റെയിൽസും ഒരു കോൺട്രാക്ടേഴ്സ് ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിരിക്കും എന്നർത്ഥം. അപ്പോൾ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ കോൺട്രാക്ടേഴ്സ് ലെഡ്ജറിൽ ഉണ്ടായിരിക്കും. അദ്ദേഹം ചെയ്യുന്ന എല്ലാ ജോലികളെയും സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയതാണ് കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് രജിസ്റ്റർ ഓഫ് വർക്ക്സ്? അതുപോലെ ഒരു ഡിവിഷണൽ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററാണ് രജിസ്റ്റർ ഓഫ് വർക്ക്സ്. ഇറ്റ് കണ്ടെയ്ൻസ് എ പെർമനൻറ്റ് ആൻഡ് കളക്റ്റീവ് റെക്കോർഡ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ ദ ഡിവിഷൻ ഡ്യൂറിങ് എ ഇയർ മന്ത് ബൈ മന്ത് on each major minor work and compares the progress of expenditure with the estimate. അതേസമയം രജിസ്റ്റർ ഓഫ് വർക്ക്സ് എന്ന് പറയുന്നത് കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ ഒരു കോൺട്രാക്ടർ ചെയ്യുന്ന വിവിധ വർക്കുകൾ അതിലുണ്ട്. വർക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡിവിഷണൽ ഓഫീസിൽ എത്ര കോൺട്രാക്ടേഴ്സ് ചെയ്യുന്നു ആ വർക്കുകളുടെ മുഴുവൻ റെക്കോർഡും ഈ വർക്ക് അബ്സ്ട്രാക്റ്റിൽ കാണും. അത് മന്ത് ബൈ മന്ത് പോസ്റ്റ് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം. അതുവഴി നമുക്ക് ആ ഡിവിഷണൽ ഓഫീസിൽ നടക്കുന്ന ഓരോ വർക്കിൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ടും കിട്ടും. ഇപ്പോൾ ഓൺഗോയിങ് വർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊരു വർക്ക് രജിസ്റ്ററിൽ നിന്ന് ലഭ്യമാകും എന്നർത്ഥം. അതാണ് ഒരു രജിസ്റ്റർ ഓഫ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി കാണും ഞാൻ വിചാരിക്കുന്നു. ദെൻ ദ ടേം ഡാഷ് അപ്ലൈസ് ജനറലി ടു ഓൾ ആർട്ടിക്കിൾസ് ആൻഡ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഓർ അക്വയർഡ് ഫോർ യൂസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്വായത്തമാക്കുന്ന, ഗവൺമെൻറ് ലഭ്യമാക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സ്റ്റോറൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്താണ്. അപ്പോൾ ഗവൺമെൻറ് അക്വയർ ചെയ്യുന്ന ആർട്ടിക്കിൾസ്, കമ്മോഡിറ്റീസ് ആൻഡ് മെറ്റീരിയൽസ് ആർ നോൺ ആസ് സ്റ്റോർ അല്ലാത്തത് ഫ്യൂവലാണ്. ഡയറ്ററി ആർട്ടിക്കിൾസ് ഒന്നും സ്റ്റോറിൻ്റെ ഡെഫിനിഷനിൽ വരില്ല എന്ന് നമ്മൾ സ്റ്റോർ പർച്ചേസിൽ കണ്ടതാണ്. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് സ്റ്റോഴ്സ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു ടു. രണ്ട് രീതിയിൽ ഈ നമ്മൾ അക്വയർ ചെയ്ത സ്റ്റോറിനെ ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണെന്നാണ് പ്രൈസ്ഡ് ആർട്ടിക്കിൾസ് ആൻഡ് അൺപ്രൈസ്ഡ് ആർട്ടിക്കിൾസ്. അതായത് വിലയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വില നിർണ്ണയിച്ചിട്ടുള്ളതും വില നിർണ്ണയിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ആർട്ടിക്കിൾസാണ്. ദെൻ വാട്ട് ഈസ് ഇഷ്യൂ റേറ്റ്? ഇഷ്യൂ റേറ്റ് ഈസ് അസൈൻഡ് ടു ഈച്ച് ന്യൂ ആർട്ടിക്കിൾ ബ്രോട്ട് ടു സ്റ്റോക്ക് ആൻഡ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ കോസ്റ്റ് ടു ബി ചാർജ്ഡ് ടു വർക്ക്സ് on which materials are to be used is approximately equal to the actual cost of the stores and that there may be no ultimate profit or loss in stock accounts. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സാധനം വരുമ്പോൾ ഇപ്പോൾ PWD അവർ സമാഹരിക്കുന്ന ഒരു സ്റ്റോക്കാണ് സിമെൻറ്റ് അല്ലെങ്കിൽ കമ്പി അല്ലെങ്കിൽ ബിറ്റുമിൻ. ഇതൊക്കെ അവരുടെ സ്റ്റോറിൽ വരുന്നതാണ്. ഇപ്പോൾ സിമെൻറ്റ് വാങ്ങുമ്പോൾ അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു വിലയ്ക്കായിരിക്കും എഴുതുക. അതിൽ ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റിൽ എഴുതി, ക്വാണ്ടിറ്റി എഴുതി, അകത്തോട്ട് സ്റ്റോറിൽ വെക്കുമ്പോൾ ബിൻ കാർഡിൽ അതിൻ്റെ ക്വാണ്ടിറ്റി രേഖപ്പെടുത്തി, പിന്നെ അതിൻ്റെ വിലയും ക്വാണ്ടിറ്റിയും സഹിതം പ്രൈസ് സ്റ്റോർ ലെഡ്ജറിന് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ വില നിർണ്ണയിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ, PWDയുടെ ഒരു സ്റ്റോറിലിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത് ചീഫ് എഞ്ചിനീയറാണ്. അതിനെയാണ് നമ്മൾ ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം നിശ്ചയിക്കുന്ന വിലയാണ് ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത്. ആ വിലയെന്ന് പറയുന്നത് ഈ ബൾക്ക് പർച്ചേസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഓരോ ചാക്ക് സിമെൻറ്റിൻ്റെയും അപ്രോക്സിമേറ്റ് എമൗണ്ട് എത്രയാണ്, അതിൻ്റെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസും പിന്നെ അത് സൂക്ഷിക്കുന്നതിൻ്റെ ചിലവും, അതായത് നൈറ്റ് വാച്ച്മാനെയൊക്കെ എംപ്ലോയ് ചെയ്യേണ്ടതുണ്ട്, അതും എല്ലാ ഘടകങ്ങളും കൂടെ ചേർത്ത് അതിനൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വരും. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു യൂണിറ്റ് പ്രൈസ് അദ്ദേഹം റീസണബിളായിട്ട് നിർണ്ണയിക്കുന്നതിനെയാണ് ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നിർണ്ണയിക്കുമ്പോൾ മാർക്കറ്റ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലാഭമോ നഷ്ടമോ ഒന്നും വലിയ രൂപത്തിലുണ്ടാകാനും പാടില്ല എന്നർത്ഥം. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രൈസ് സ്റ്റോർ ലെഡ്ജർ ക്ലോസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഇത് ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത്
ആ റേറ്റിനാണ് ഇത് കോൺട്രാക്ടർക്ക് നൽകുന്നതെന്നർത്ഥം. ഒരു കോൺട്രാക്ടർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്കിൽ നിന്ന് ഇഷ്യൂ റേറ്റ് വില വെച്ചിട്ടാണ് അയാൾക്ക് സാധനങ്ങൾ ഇൻറ്റൻറ്റ് വഴി സപ്ലൈ ചെയ്യുന്നത് എന്നർത്ഥം. നിങ്ങൾ ഏകദേശം ഇത്രയും അറിയുക, ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കുന്ന വസ്തുക്കളുടെ വില നിർണ്ണയിക്കുന്നത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനെയാണ് നമ്മൾ ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മേ ബി ഡിഫറൻറ്റ് ഫ്രം ദി മാർക്കറ്റ് റേറ്റ്. ചിലപ്പോൾ മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടിയിരിക്കാം, ചിലപ്പോൾ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞിരിക്കാം. പക്ഷേ അത് സാമ്പത്തികമായ ലാഭമെന്നോ നഷ്ടമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിച്ചു വെച്ചു, പിന്നെ ഇപ്പോൾ നിങ്ങൾ സ്വർണം വാങ്ങി, മാർക്കറ്റിൽ പിന്നെ ഭയങ്കരമായിട്ട് വില കൂടി, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടായി എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവും ഉണ്ടാവും. മനസ്സിനൊരു സന്തോഷം കിട്ടും എന്നല്ലാതെ. സോ അതുപോലെയാണ് ഈ കേസും എന്ന് നിങ്ങൾ കണക്കാക്കുക. സോ ദർ ഇസ് നോ അൾട്ടിമേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ദി സ്റ്റോക്ക് അക്കൗണ്ട്സ്. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ടിൽ വരുന്ന, അഥവാ ഇഫ് അറ്റ് ഓൾ ദർ ഈസ് എ ഡിഫറൻസ്, ദെൻ ഇറ്റ് വിൽ ബി ബുക്ക് അഡ്ജസ്റ്റഡ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയുള്ളൂ, അല്ല ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആയിട്ടൊന്നും വരില്ല എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 48, ആസ് റിഗാർഡ്സ് പർച്ചേസ് ഓഫ് സ്റ്റോഴ്സ് വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഓഡിറ്റ്? ഒരു സ്റ്റോർ പർച്ചേസ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്? വളരെ സംക്ഷിപ്തമായിട്ട് റെഡിങ്കിൽ മാർക്ക് ചെയ്ത് മാത്രം പറയാൻ ഞാൻ. ഒന്ന്, പ്രോപ്പർ സാങ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അത് ഇക്കണോമിക്കലാണോ എന്ന് പറഞ്ഞാൽ ലാഭകരമായിട്ടാണോ അത് വാങ്ങിയതെന്ന് നോക്കണം. ദെൻ അത് ഓപ്പൺ ടെൻഡർ വിളിച്ചിട്ടാണോ വാങ്ങിയതെന്ന് നോക്കണം. ലോവസ്റ്റ് ടെൻഡറിനാണോ? ഈ ലോവസ്റ്റ് ടെൻഡർ ഡസൻ മീൻ ചീപ്പസ്റ്റ്, ഐ ടോൾഡ് യു. അത് തീരെ വില കുറഞ്ഞ സാധനം വാങ്ങിയെന്നല്ല അർത്ഥം. ലോവസ്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഇൻ ദ ലോവസ്റ്റ് പ്രൈസ് എന്നാണ്. അതായത് ഗവൺമെൻറ് ചെലവഴിക്കുന്ന പണത്തിൻ്റെ മൂല്യത്തിന് തുല്യമായ സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് ബെസ്റ്റ് വാല്യൂ പർച്ചേസ് എന്ന് പറയുന്ന പുതിയ ഡിക്റ്റം ഈ സ്റ്റോർ പർച്ചേസിൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് വാല്യൂ പർച്ചേസ് ആയിരുന്നോ എന്ന് ഉറപ്പുവരുത്തണം. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഓരോ സാധനവും ഇൻഡിവിജ്വലായിട്ട് വെരിഫൈ ചെയ്ത് തന്നെയാണോ സ്റ്റോക്കിലേക്ക് എടുത്തതെന്ന് നോക്കണം. ആൻഡ് പർച്ചേസ് ഓഫ് ഓർഡേഴ്സ് ഹാവ് നോട്ട് ബീൻ സ്പ്ലിറ്റ് അപ്പ്. അതുപോലെ ഒരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്ത്, ഒരു സാങ്ഷൻ ഇഷ്യൂ ചെയ്തെങ്കിൽ അതിനെ പിന്നെ 2-3 പീസ് മീലാക്കി കട്ട് ചെയ്തിട്ടാണോ പർച്ചേസ് പീരിയോഡിക്കലാണോ എന്ന് പറയുക. അതിനകത്ത് ഒരു വലിയ പോയിൻ്റ് ഉള്ളത്, ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള അതോറിറ്റി വേണം സാങ്ഷൻ കൊടുക്കാൻ. അതേസമയം താഴെ 25 ലക്ഷത്തിൻ്റെ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരിക്കും വേണമെങ്കിൽ ഈ 50 ലക്ഷത്തിൻ്റെ വാങ്ങാം. അയാൾക്ക് അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അയാളായിരിക്കും വാങ്ങുക, അയാൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യം കാണും. അത് പറ്റില്ല. അതുകൊണ്ടാണ് ഒരു സാങ്ഷൻ ഇഷ്യൂ ചെയ്താൽ അത് ഒറ്റ സാങ്ഷനായിട്ട് കണക്കാക്കി തന്നെ പർച്ചേസ് ചെയ്യണം. ആൻഡ് യു കനോട്ട് കട്ട് ഇറ്റ് ഇൻ ടു പീസസ്. ക്വസ്റ്റ്യൻ നമ്പർ 49, ഓൺ ദി അഡ്വൈസ് ഓഫ് ഹൂം ആർ ദി ഓഡിറ്റേഴ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് അപ്പോയിൻറ്റഡ് ബൈ ദി കമ്പനി ലോ ഡിപ്പാർട്ട്മെൻറ്റ്? അതായത് കൊമേഴ്സ്യൽ ഓഡിറ്റ് നടത്തുമ്പോൾ അത് ചെയ്യാറുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്, അല്ലെങ്കിൽ കമ്പനികളാണ്. ആ കമ്പനികളെ തിരഞ്ഞെടുക്കുന്ന അധികാരം അല്ലെങ്കിൽ ആരിലാണ് നിക്ഷിപ്തം എന്നർത്ഥം. അത് ആരുടെ അഡ്വൈസിൻ്റെ ബേസിസിലാണ് ഈ ഓഡിറ്ററെ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. ഒരു ഗവൺമെൻറ് കമ്പനി ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്ററെ നിശ്ചയിക്കുന്നത് CNDGയുടെ ഉപദേശം തേടിയിട്ടാണ് എന്നർത്ഥം. സോ ഇറ്റ് ഈസ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഹു ഗീവ്സ് അഡ്വൈസ് to government for selecting the auditor of a government company. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50, the audit of public enterprises in India broadly covers 3 aspects. What are they? അതായത് പിന്നെ ഓഡിറ്റിന് 3 ഘടകങ്ങളാണുള്ളത്. അതിനെ നമുക്ക് ബ്രോഡായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ സിസ്റ്റം, ദെൻ പെർഫോമൻസ്. അതായത് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം, പിന്നെ സിസ്റ്റം ഓഫ് ഫങ്ഷൻ നോക്കണം, ദെൻ പെർഫോമൻസ് ഓഫ് ദാറ്റ് എൻ്റർപ്രൈസ് ഷുഡ് ഓൾസോ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ലാഭകരമായിട്ടാണോ? ഈ 3 ഘടകങ്ങളും ഓഡിറ്റിന് വിധേയമാണ്. ദെൻ വാട്ട് ആർ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ ഓട്ടഡ് ആൻഡ് ചാർജ്ഡ് ഓഫ് the government for each financial year compared with the amounts of ordered grants and charged appropriation for different purposes as specified in the schedules appended to the Appropriation Act. അപ്പോൾ ഞാൻ ബഡ്ജറ്റ് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. അതായത് ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാൽ
അപ്രോപ്രിയേഷൻ ബില്ല് അവതരിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ആ പാസ്സാക്കിയ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നൽകിയിട്ടുള്ള അപ്രോപ്രിയേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെ അലോട്ട്മെൻറ്റ് നടത്തുക. അതാണ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് പാസ്സാവുന്നത്. ആ തുക കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രോപ്രിയേഷൻ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കി അപ്രോപ്രിയേഷൻ ആക്റ്റ് ആവുന്നത്. അപ്പോൾ അപ്രോപ്രിയേഷൻ ആക്റ്റ് അനുസരിച്ചിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും തുക നൽകിയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് പറയുന്നത്. അപ്പോൾ ആ നൽകിയ തുകയ്ക്ക് വിധേയമായിട്ട് തന്നെയാണോ, അതിൻ്റെ പരിധിയിൽ നിന്ന് തന്നെയാണോ ചെലവ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണോ അത് പാസ്സാക്കി കൊടുത്തത്, അത് ആ ഫൈനാൻഷ്യൽ ഇയറിന് ഉള്ളിൽ തന്നെ അത് ചെലവഴിച്ചോ, എന്ത് പർപ്പസിനാണോ അത് പാസ്സാക്കി കൊടുത്തത്, ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ആർ കമ്പൈൽഡ് ബൈ ഗ്രൂപ്പ് ഹെഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ്. ഇനി ഇത് മുഴുവൻ അക്കൗണ്ട്സ് മുഴുവൻ എ ജിക്ക് ചെല്ലുന്നുണ്ട്. എ ജി അതിൻ്റെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് കമ്പൈൽ ചെയ്യുന്നുണ്ട്. അത് ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ട് വൈസായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിനകത്ത് സമ്മറി ഓഫ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ഓഫ് ഈച്ച് ഗ്രാൻഡ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ആ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സിൽ ഉണ്ടായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 53 ഡാഷ് പ്രസൻറ്റ് ദി അക്കൗണ്ട് ഓഫ് ദ റെസീറ്റ്സ് ആൻഡ് ഔട്ട് ഗോയിങ്സ് ഓഫ് ദി ഗവൺമെൻറ് ഫോർ ദി ഇയർ ടുഗദർ വിത്ത് ദ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ഡിസ്ക്ലോസ്ഡ് ബൈ ദ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അതായത് ഇപ്പോൾ നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് പറഞ്ഞു, ബഡ്ജറ്റിൽ പാസ്സാക്കിയതനുസരിച്ചിട്ട് ആണോ ചെലവ് ചെയ്തത്, ബാക്കി കാര്യങ്ങൾ എന്തിനു വേണ്ടി അലോട്ട് ചെയ്തോ അതിനനുസരിച്ച് തന്നെ ചിലവഴിച്ചു. ഇതൊക്കെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സിൽ നോക്കുന്നതാണ്. അത് കൂടുതൽ ചിലവഴിച്ചാൽ അക്കാര്യം ഓഡിറ്റിൽ നോട്ട് ചെയ്യപ്പെടും. അതുപോലെ ഫൈനാൻസ് അക്കൗണ്ട്സ് ഉണ്ട്. ഒരു ഫൈനാൻസ് ബില്ല് പാസ്സാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് അത് ടാക്സ് നോൺ ടാക്സ് പ്രപ്പോസൽസ് ആണ്. അടുത്ത സാമ്പത്തിക വർഷം ഗവൺമെൻറ്റിന് നികുതിയേതര വരുമാനങ്ങൾ പിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണമാണ് ഒരു ഫൈനാൻസ് ബില്ല് പാസ്സാക്കി എടുക്കുന്നത് വഴി ഗവൺമെൻറ് നിർവഹിക്കുന്നത്. അപ്പോൾ ഇവിടെ the dash presents the account of receipts and outgoings means expenditures of the government. ഗവൺമെൻറ്റിൻ്റെ വരവും ചെലവും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു അക്കൗണ്ട്സാണ്. അതിൻ്റെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ്, അത് എന്തിനു വേണ്ടി ചിലവഴിച്ചു, അതിൻ്റെ അച്ചീവ്മെൻറ്റ്, ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, ഇതെല്ലാം വിലയിരുത്തപ്പെടുന്നതിനെയാണ് നമ്മൾ ഫൈനാൻസ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് ആൻഡ് അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഏതെല്ലാം ഇനങ്ങളിലൂടെ ചിലവഴിച്ചു എന്നും ഓരോ ഐറ്റം വൈസായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഫൈനാൻസ് അക്കൗണ്ട്സിൽ നിന്ന് ലഭ്യമാണ്. അതാണ് ഫൈനാൻസ് അക്കൗണ്ട്സ്. അതിൻ്റെ ഓരോ റവന്യൂവും അതിൻ്റെ എക്സ്പെൻഡിച്ചറും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അക്കൗണ്ടിനെയാണ് ഫൈനാൻസ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. CNAG ആ ഫൈനാൻസ് അക്കൗണ്ട്സ് ഗവർണർക്ക് സമർപ്പിച്ച് അത് സഭയിൽ വയ്ക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 54 വാട്ട് ഈസ് ദ മെയിൻ പോയിൻ്റ് ഇൻ എവരി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഏതെങ്കിലും ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത്, ഒരു വലിയ അഴിമതി നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വെട്ടിപ്പ് നടന്നു, അതെങ്ങനെയാണ് ഓഡിറ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതെന്നാണ്. ടു അസർട്ടൈൻ വെദർ ദി എക്സർസൈസ് ഓഫ് ഓർഡിനറി കോമൺ സെൻസ് സച്ച് ആസ് വൺ ought to expect from every government official and the application of existing rules would not have rendered the fraud possible. അതായത് ഇപ്പോൾ പല സോഫ്റ്റ്വെയറിൻ്റെ ന്യൂനതകളായിട്ടൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഏതെങ്കിലും അഴിമതി ചെയ്യാനുള്ള ഒരു പഴുതിട്ട് കൊടുത്തും കൊണ്ടുള്ള ഒരു സംവിധാനം ആ ഓഫീസിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ടു ബി ലുക്ക്ഡ് ഇൻ ടു ബൈ ദി ഓഡിറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു പഴുത് കാണും, അവരവിടെ ഇട്ടിരിക്കും, ബുദ്ധിപൂർവ്വം തന്നെ ഇട്ടിട്ടുള്ളതാണ് അഴിമതി നടത്താനും അത് കണ്ടുപിടിക്കപ്പെടാതിരിക്കാനുമാണ്. അത് ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ടു ലൈറ്റ്. അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട പരമപ്രധാനമായ ദൗത്യമാണ് ഓഡിറ്റ് നിർവഹിക്കേണ്ടത്. അതുപോലെ അത് ഫ്രോഡ് പോസിബിളാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്ലഗ്ഡ്. അത് കംപ്ലീറ്റ് ആയിട്ട് ആ സംവിധാനം മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഓഡിറ്റ് നൽകണം എന്നർത്ഥം. Then question number 55 for the purpose of ascertaining the profit and loss arising out of the year's transactions, government commercial concerns prepare dash, and for this purpose it is necessary first to put the accounts on a dash basis. അതൊരു കൊമേഴ്സ്യൽ കൺസേൺ,
ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ ഒരു ക്വാസി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡി അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കൃത്യമായി നിർവഹിക്കപ്പെടണമെങ്കിൽ ഏത് രീതിയിലുള്ള അക്കൗണ്ടിങ് സംവിധാനം അവർ ഫോളോ ചെയ്യണമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ആൻഡ് ആൻസർ ദേ ഹാവ് ടു പ്രിപ്പയർ എ പ്രോഫോമ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് കൊമേഴ്ഷ്യൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ അതിനോടൊപ്പം തന്നെ ഒരു ബാലൻസ് ഷീറ്റ് ഇതെല്ലാം നിർവഹിക്കണം. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ എ ഡബിൾ എൻട്രി ബേസിസ്. അപ്പോൾ അവരുടെ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ്. അവരൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നുണ്ട്, അവർ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓൾ ദീസ് ആർ ഡൺ ടു ബ്രിങ് ടു ലൈറ്റ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, വെദർ ദ കമ്പനി ഈസ് റണ്ണിങ് ഇൻ പ്രോഫിറ്റ് or whether it is running in loss, and if it is in loss, action has to be taken to streamline the system and make it a profitable government concern. ഇതും ഓഡിറ്റിൻ്റെ അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ CNAGയുടെ കൊമേഴ്സ്യൽ ഓഡിറ്റ് വിങ്ങിൻ്റെ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടു കൺക്ലൂഡ്, ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്, ക്യാഷ് ബേസ്ഡ് ആണ്. കാരണം അവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊന്നും നിർണ്ണയിക്കേണ്ട കാര്യമില്ല. അതേസമയം ഒരു ഗവൺമെൻറ് കമ്പനിയുടെ കേസിലാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിർണ്ണയിക്കണം. അതുകൊണ്ട് തന്നെ കൊമേഴ്സ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യണം. ഇതോടുകൂടി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് നമ്മൾ ഏകദേശം പൂർണ്ണമായും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിത് കേൾക്കുക. ആൻഡ് വിഷ് യു all success for the next exam. Thank you very much for the patient hearing and your valuable time. Thank you.